സൂറത്ത് യാസീൻ 9-ാം ഭാഗം. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനതൂബു ഇലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية لهم الأرض الميتة وأحييناها وأخرجنا منها حبا فمنه يأكلون. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. വളരെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ പൊരുത്തവും അല്ലാഹുവിൻ്റെ തൃപ്തിയും ലഭിച്ചവരിൽ അല്ലാഹു നമ്മെ ചേർക്കട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കട്ടെ. അല്ലാഹു നമുക്കും നമ്മുടെ ഭാര്യ, സന്തതികൾ, കുടുംബക്കാർ, സുഹൃത്തുക്കൾ, നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മളുമായി ബന്ധമുള്ളവർ, ഈ ക്ലാസ്സിലിവിടെ വന്നു പോയിട്ടുള്ളവർ, വരാറുണ്ടായിരുന്നവർ, ഇപ്പോൾ നാട്ടിലുള്ളവർ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലാഹുവിൻ്റെ റഹ്മത്ത് അല്ലാഹു നമുക്ക് സ്വർഗത്തിലെത്തും വരെയും അവൻ്റെ റഹ്മത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. അവിടെ നിന്ന് അങ്ങോട്ട് അല്ലാഹുവിൻ്റെ റിളുവാനും അവൻ്റെ തൃപ്തിയും അല്ലാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. നമ്മുടെ കടബാധ്യതയുള്ളവരുടെ കടങ്ങൾ അല്ലാഹു വിട്ടാനുള്ള വഴി എളുപ്പമാക്കി തരട്ടെ. പ്രയാസമുള്ള ആളുകളുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ റബ്ബ് തീർത്തു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിൻ്റെ ശുദ്ധവചനങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞ യാസീനിൻ്റെ ഏകദേശ ഹൃദയഭാഗത്താണ് നമ്മളിങ്ങനെ ഉള്ളത്. യാസീനിൻ്റെ ഏകദേശം മധ്യഭാഗത്തിലേക്ക് അടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون.
ഏകദേശം 34-35 ഈ 2 ആയത്തുകളായിരിക്കും നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് ഇൽമിൽ ബറക്കത്തും അമലിന് തൗഫീഖും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആയത്തുൽ ലഹുമുൽ അർള്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഭാഗം അതാണ്. അവർക്ക് ദൃഷ്ടാന്തമാണ് അള്ളാഹുവിൻ്റെ ഭൂമി. അൽ മൈതതു, നിർജീവമായ ഭൂമിയെ, അഹ്യൈനാഹ, നാം അതിനെ ജീവിപ്പിക്കുന്നുവല്ലോ. വഅഖ്റജ്നാ മിൻഹ, ഭൂമിയിൽ നിന്ന് നാം പുറപ്പെടുവിച്ചു, ഹബ്ബൻ, ധാന്യത്തെ, ഫമിൻഹു, അതിൽ നിന്നാണല്ലോ, യഅ്കുലൂൻ, അവർ ഭക്ഷിക്കുന്നത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്തുകൊണ്ടാണ് അവർക്ക് ദൃഷ്ടാന്തം എന്ന് പറയാൻ കാരണം? നമുക്ക് ദൃഷ്ടാന്തമല്ലേ? എന്താണ് നിർജീവമായ ഭൂമി എന്ന കൺസെപ്റ്റ്? അതിനെ സംബന്ധിച്ച് ആധുനിക ശാസ്ത്രം പറയുന്ന ഗണനകൾ 5 മില്യൺ വർഷത്തോളം നിർജീവമായി കിടന്ന ഭൂമിയിൽ ജീവന്റെ തുടിപ്പുകളുണ്ടായ ചരിത്ര ഗവേഷകന്മാരുടെ കണ്ടുപിടുത്തം. പിന്നെ ചെടികൾ മുളക്കാത്ത ഭൂമി അള്ളാഹു ചെടികൾ മുളപ്പിക്കുന്നത് നമുക്ക് എപ്പോഴും മനസ്സിലാകുന്ന ആശയം അതാണ്. വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ, ധാന്യത്തെ സംബന്ധിച്ച് പറഞ്ഞു. ഖുബ്സിനെ സംബന്ധിച്ച് പറഞ്ഞു. എന്താണ് ധാന്യത്തെ അള്ളാഹു എടുത്തു പറയാൻ കാരണം? ഫമിൻഹു, അതിൽ നിന്ന് നിങ്ങൾ തിന്നുന്നുവല്ലോ എന്ന പ്രയോഗത്തിന് അർത്ഥം എന്തൊക്കെയായിരുന്നു? ഈ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. വജഅൽനാ ഫീഹാ, ആ ഭൂമിയിൽ നാം സൃഷ്ടിച്ചുവല്ലോ, ജന്നാത്തിൻ, തോട്ടങ്ങൾ. ജന്നത്ത് എന്ന് പറഞ്ഞാൽ ഗാർഡൻ. ജന്നാത്തിൻ, ഒരുപാട് തോട്ടങ്ങൾ അള്ളാഹു ഉണ്ടാക്കി. മിൻ നഖീലിൻ, ഈത്തപ്പനയുടെ, വഅഅനാബിൻ, മുന്തിരിയുടെ തോട്ടങ്ങൾ. വഫജ്ജർനാ ഫീഹാ, ആ ഭൂമിയിൽ നാം നിങ്ങൾക്ക് കീറിമുറിച്ച് ഒഴുക്കി തന്നുവല്ലോ, മിനൽ ഉയൂൻ, ഒരുപാട് അരുവികൾ. സ്വർഗം എന്നർത്ഥമുണ്ട് ജന്നത്തിന്, പക്ഷെ തോട്ടങ്ങളെന്നും അർത്ഥമുണ്ട്. ഖുർആനിൽ തന്നെ ഒരുപാട് അസ്ഹാബുൽ ജന്ന, തോട്ടത്തിന്റെ ആളുകൾ, ഇദ് ഗദൗ അലാ ഹർദിൻ ഖാദിരീൻ, തോട്ടങ്ങൾ എന്നർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ജന്നത്തിനെ പ്രയോഗിച്ചിട്ടുണ്ട്. ഉയൂൻ, ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നർത്ഥമുണ്ട്. ഐൻ എന്ന് പറഞ്ഞാൽ ഉറവ എന്നർത്ഥമുണ്ട്, സ്പ്രിംഗ്. ഐൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ മാസ്, അതിന്റെ തടി എന്നർത്ഥമുണ്ട്. ഐൻ എന്ന് പറഞ്ഞാൽ വെള്ളി എന്നർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശം സ്പ്രിങ്സ്, അരുവികൾ അല്ലാഹു നിങ്ങൾക്ക് ഒഴുക്കി തന്നില്ലയോ? ലിയഅ്കുലൂ മിൻ സമരിഹി, ലിയഅ്കുലൂ മിൻ സമരിഹി, അല്ലാഹു തന്ന അല്ലാഹുവിന്റെ ആ സമറിൽ നിന്ന്, ഫ്രൂട്ട്സുകളിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാനായിട്ട്. മിൻ സമരിഹി വജഅൽനാ ഫീഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ വഅഅനാബിൻ, അല്ലാഹു തോട്ടങ്ങൾ തന്നു, ഈത്തപ്പനകളുടെ തോട്ടങ്ങൾ, മുന്തിരിയുടെ. എന്താ ഈത്തപ്പഴത്തിന്റെ തോട്ടം എന്ന് പറഞ്ഞില്ല, ഇപ്പുറത്ത് മുന്തിരി എന്ന് പറയുമ്പോൾ ഈത്തപ്പഴം എന്നല്ലേ പറയേണ്ടത്? അല്ലാഹു നഖീൽ, ഈത്തപ്പന എന്നാ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് വഴിയെ മനസ്സിലാക്കാം. വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ, അതിനിടയിൽ അല്ലാഹു തആല അരുവികളെ ഒരുക്കി തന്നുവല്ലോ, ലിയഅ്കുലൂ, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി. മിൻ സമരിഹി, അതിന്റെ ഫ്രൂട്ട്. ഏതാണ് അത് എന്ന് പറഞ്ഞ ഹി? ഫസ്സരിങ്ങൾ പറയാ അല്ലാഹുലേക്കുള്ള മടങ്ങുന്ന ളമീറായിരിക്കണം അത്. അല്ലാഹു തന്ന ആ പഴത്തിൽ നിന്ന് ഭക്ഷിക്കാൻ വേണ്ടി. അതുമാത്രമല്ല, വമാ അമിലത്ഹു ഐദീഹിം, നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി. ഇത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്താണ്. നമ്മൾ ചെയ്യുന്ന അധ്വാനത്തെ അള്ളാഹു ചുരുക്കി കണ്ടിട്ടില്ല. അള്ളാഹു നിങ്ങൾക്ക് ഇൻസ്റ്റന്റ്ലി, നിങ്ങൾ ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് അള്ളാഹു വളർത്തിത്തരുന്ന പഴവർഗ്ഗങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ അധ്വാനിക്കുന്നത്, നിങ്ങൾ ലാൻഡ് ഉഴുതുന്നു, നിങ്ങളവിടെ കൃഷി ഇറക്കുന്നു, വിത്ത് പാകുന്നു, കൊയ്തെടുക്കുന്നു, നിങ്ങൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. ആ അധ്വാനത്തിന്റെ ഫലവും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്നെ. വമാ അമിലത്ഹു ഐദീഹിം. അല്ലാഹു ചോദിക്കുന്ന ചോദ്യം, അഫലാ യഷ്കുറൂൻ, ആളുകൾ നന്ദി ചെയ്യുന്നില്ലേ? അഫലാ യഷ്കുറൂൻ, ആളുകൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നില്ലയോ?
ആ ശുക്രിൻ്റെ ഭാഗത്തായിരിക്കും നമുക്ക് ഏറെക്കുറെ നീണ്ട ചർച്ചകൾ ആവശ്യമായി വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഖലീലും മിൻ ഇബാദിയ ശകൂർ, എൻ്റെ അടിമകളിൽ നന്ദി ചെയ്യുന്നവർ വളരെ കുറച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച്, വളരെ മൈനോരിറ്റി ഉണ്ടാവുള്ളൂ. ആ മൈനോരിറ്റിയിൽ നമ്മൾ പെടണം, അതാണ് നമ്മുടെ ഉദ്ദേശം. വളരെ കുറച്ച് ആളുകളെ നന്ദി ചെയ്യുന്നവരുള്ളൂ. അല്ലാഹു നമ്മെ ശാക്കിരീങ്ങളിൽ, അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്നവരിൽ നമ്മെ ചേർക്കട്ടെ. റബ്ബനാ ലക്കൽ ഹംദ്, അല്ലാഹു നിനക്കാണ് റബ്ബേ എല്ലാ സ്തുതിയും, വലക ശുക്ർ, നിനക്കാണ് എല്ലാത്തിനും നന്ദി പടച്ചവനെ. അഫലാ യഷ്കുറൂൻ. നോക്കുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജഅൽനാ ഫീഹാ ജന്നാതിൻ മിൻ നഖീലിൻ വഅഅനാബ് വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ. മഹാനായ ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാഹ് തഫ്സീറുൽ കബീർ, അവരുടെ ഏറ്റവും മഫാതീഹുൽ ഗൈബ്, ഏറ്റവും പ്രഗൽഭമായ തഫ്സീർ എഴുതിയ മഹാനായ മുഫസ്സിർ ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ഖസ്സസൻ നഖീല വൽ അനാബ ബിദ്ദിക്ർ. അല്ലാഹു തആല മറ്റൊരു പിടി പഴങ്ങളൊക്കെ അവിടെ ബാക്കിയുണ്ടായിരിക്കെ മുന്തിരിയും ഈത്തപ്പഴവും അല്ലാഹു തആല ഈത്തപ്പനെ മാത്രം അല്ലാഹു എടുത്തു പറഞ്ഞത് ലിഅന്ന അലദ്ദൽ മത്ഊമി അൽ ഹലാവ, കാരണം ഭക്ഷ്യമായ വസ്തുക്കളിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് മധുരത്തിനാണല്ലോ എന്നതുകൊണ്ട്. അലദ്ദുൽ മത്ഊം, ഭക്ഷിക്കപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും രുചിയുള്ളത് മധുരത്തിനാണ്. പക്ഷെ നമുക്ക് മധുരം ഡയബറ്റീസ് പേടിച്ചിട്ടാണ്, ഷുഗർ പേടിച്ചിട്ടാണ്. അല്ലെങ്കിൽ മധുരം ഏറ്റവും രുചികരമായ രുചി മധുരത്തിനാണല്ലോ. അലദ്ദുൽ മത്ഊം. അഷ്റഫു ത്വആം എന്ന് പറഞ്ഞിട്ടുണ്ട് മാംസത്തെ സംബന്ധിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തിലെ ഏറ്റവും മാന്യനായ ഷറഫുള്ള ഔന്നത്യമുള്ള ഭക്ഷണം അൽ-ലഹ്മു, മാംസമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമുക്ക് പേടിയാണ് കൊളസ്ട്രോൾ. അത് അഷ്റഫു ത്വആമാണ്, ഭക്ഷണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണമാണെന്നാണ്. ജീവിതകാലം മുഴുവൻ മാംസം കഴിക്കണം എന്നാണ് അർത്ഥം അല്ല. മാംസം അഷ്റഫു ത്വആമാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായ ഘടകങ്ങൾ അത് നമ്മൾ ചെയ്യേണ്ട പണിയാണ്. ജോലി ചെയ്യണം, അധ്വാനിക്കണം, എക്സസൈസ് ചെയ്യണം, ശരീരത്തെ പരിപോഷിപ്പിക്കണം. കാരണം എന്തേ? അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനിൽ ദഈഫ്. ആരോഗ്യമില്ലാത്ത മുഅ്മിനേക്കാളും അല്ലാഹുവിന് ഇഷ്ടം ആരോഗ്യമുള്ള മുഅ്മിനെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതു നേരവും ക്ഷീണാണ്, ഏതു നേരവും അസുഖമാണ്. എങ്ങനെ അസുഖം? അവനവൻ വരുത്തി വെച്ച ആലസ്യം കൊണ്ടുണ്ടായ അസുഖം. ഷുഗർ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിലേറെ നമ്മൾ ഇൻടേക്ക് കൂടുന്നു, പക്ഷെ അത് റിലീസാവാനുള്ള അത്ര നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ല. നമ്മുടെ എനർജി, നമ്മുടെ കാലറീസ് ബേൺ ഔട്ട് ആകുന്നില്ല. പിന്നെ അത് അസുഖമായിട്ട് കൊളസ്ട്രോളായിട്ട് മാറുകയാണ്. പക്ഷെ ഭക്ഷണത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അലദ്ദുൽ മത്ഊം, രുചിയിൽ ഏറ്റവും രസകരമായ രുചി മധുരത്തിനാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടവുമാണ്. ഈ പറഞ്ഞതൊക്കെ 1/3 തിന്നാവൂ എന്ന് പറഞ്ഞ ഹദീസും കൂടെ ചേർത്ത് വായിക്കണം. ഒക്കെ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുലുസുൻ ലിത്ആമിഹി വസുലുസുൻ ലിശറാബിഹി വസുലുസുൻ ലിനഫസിഹി. വയറിൻ്റെ 1/3 ഭക്ഷണത്തിനും 1/3 വെള്ളത്തിനും 1/3 ശ്വാസോച്ഛ്വാസത്തിനും നിങ്ങൾ മാറ്റിവെക്കണേ. ഇനി ഇങ്ങനെ പറയാം, ഇറച്ചി നല്ല ഹൈറായ ഭക്ഷണം, അത് മാത്രം ക്ലിപ്പിട്ട് വിട്ടാലേ പയറ് നിറച്ച് തിന്നാൻ പറ്റുന്ന ഉദ്ദേശം തോന്നിപ്പോവും. 1/3 കഴിക്കാവൂ എന്ന് പറഞ്ഞ ഹദീസ് അവിടെ ചേർത്ത് വായിക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതും വായിക്കണം. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ് വഫീ കുല്ലിൻ ഖൈർ. എന്തൊരു മനോഹരമാണ് ആ ഹദീസ് എന്നറിയോ? മുഅ്മിനീങ്ങളിൽ ആരോഗ്യമുള്ള മുഅ്മിനെയാണ് ആരോഗ്യമില്ലാത്തവനേക്കാളും അല്ലാഹുവിന് ഇഷ്ടം. വഫീ കുല്ലിൻ ഖൈർ. പക്ഷെ രണ്ടാളിലും ഖൈറുണ്ട്. പക്ഷെ ഏറ്റവും ഖൈർ ആരില്ല? ആരോഗ്യമുള്ള മുസ്ലിമിലാണ്. രണ്ടാളെയും അല്ലാഹു മോശമാക്കിയില്ല. ആരോഗ്യം ഇല്ലാത്തവൻ അല്ലാഹു തള്ളിക്കളഞ്ഞില്ല. വഫീ കുല്ലിൻ ഖൈർ, there is good in both. പക്ഷേ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം അൽ മുഅ്മിനുൽ ഖവി, ആരോഗ്യമുള്ള മുഅ്മിനെയാണ്. അപ്പോൾ ഒന്ന് ഓടാൻ പോകലൊക്കെ കൂലുള്ള കാര്യമാണ്. കുറച്ച് നേരമൊക്കെ എന്ത് ചെയ്യുക? ഓടാനും നടക്കാനും ജോഗിങ്ങിനും വാക്കിങ്ങിനും ഒക്കെ പോയിക്കോളി. അതൊക്കെ ഭയങ്കര കൂലുള്ള കാര്യമാണ്. എന്താ വായിച്ചിരിക്കണത്? കുറാൻ ക്ലാസ് ഒന്നും കഴിഞ്ഞിട്ട് പോകാൻ നേരം കിട്ടുന്നില്ല. കുറച്ച് സമയം കണ്ടെത്തണം. കുറച്ച് സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ.
നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണത്. അമാനത്താണ് നമ്മുടെ ശരീരം, അതിനെ നശിപ്പിക്കരുത്. അപ്പോൾ മധുരമാണ് രുചികളിൽ ഏറ്റവും മനോഹരമായ രുചി എന്നതുകൊണ്ടാണ് അല്ലാഹു തആല മധുരമുള്ള 2 പഴങ്ങളിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഈത്തപ്പനയെയും മുന്തിരിയെയും അല്ലാഹു പറയാൻ കാരണം. ഇത് പറഞ്ഞത് മഹാനായ മുഫസ്സിർ ഖുർആന്റെ വ്യാഖ്യാതാവ് ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല അൻഹു. വഹിയ അച്ചമ്മു വഹിയ ഫീഹാ അച്ചം, ഏറ്റവും കൂടുതൽ മധുരം പൂർണ്ണമാവുന്ന 2 പഴവർഗ്ഗങ്ങളും കൂടിയാണ് ഏത്? ഈത്തപ്പഴവും അതുപോലെ തന്നെ മുന്തിരിയും. വൽ ഇനബ് ഖൂതുൻ വഫാകിഹ, മുന്തിരി ഭക്ഷണവുമാണ് അതുപോലെ തന്നെ ഫ്രൂട്ടുമാണ്, പഴവുമാണ്. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നമ്മൾ മെയിൻ കോഴ്സ്, സബ്, അപ്പറ്റൈസർ എന്നൊക്കെയല്ല ഇപ്പോഴത്തെ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ. ചില അപ്പറ്റൈസറൊക്കെ, കണ്ണൂർക്കാരുടെ അപ്പറ്റൈസറൊക്കെ കഴിച്ചാൽ പിന്നെ വേറെ ഫുഡിൻ്റെ ആവശ്യമില്ല എന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇന്നലെ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ച്, റബ്ബേ വിശക്കുന്നുണ്ടായിരുന്നു, എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ എണീക്കരുത് കേട്ടോ, ഇനി വരാനുണ്ട്. പിന്നെ വന്ന് നോക്കുമ്പോൾ ഒരു ലഞ്ചോ ഡിന്നറൊന്നും പിന്നെ ആവശ്യമായിട്ട് വന്നില്ല. അത്രയ്ക്കും ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കും. അൽഹംദുലില്ലാ, അതിലുള്ള സൽക്കരിക്കുന്ന കൂലിയുള്ള കാര്യം അള്ളാഹു സഹോദരന് കൂലി കൊടുക്കട്ടെ. നമ്മുടെ മുനീർ ഭായിയാണ്. അൽഹംദുലില്ലാ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഖൂതുൻ വഫാകിഹ, ഫ്രൂട്ട് എന്ന് മാത്രം പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു സാധനം, നേരിച്ച് വെറും മെയിൻ കോഴ്സ് ഭക്ഷണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. അതിനും പറ്റും മുന്തിരി എന്നാണ്. വെറും ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം. ഭക്ഷണത്തിൻ്റെ കൂടെയുള്ള ഒരു ഫാക്കിഹത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ആനന്ദം എന്നാണ്. ആനന്ദമുണ്ടാക്കുന്നത്, രസമുണ്ടാക്കുന്നത്, കഴിച്ച ഭക്ഷണത്തിനൊരു ആനന്ദമായിട്ടാണ് അല്ലാഹു തആല പഴവർഗ്ഗങ്ങളെ പടച്ചെന്നിട്ടുള്ളത്. നമ്മൾ സൂറത്തുർ റഹ്മാനിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വലിയ ഒരു മിൻ മളാഹിരി റഹ്മത്തിഹി, ജീവിക്കാൻ ആവശ്യമായ മിനിമം സർവൈവലിന് ആവശ്യമായ ഭക്ഷണം മാത്രമല്ല, വെറും ചോറും അതുപോലെ തന്നെ ഗോതമ്പ് മാത്രം തന്നു, അരിയും ഗോതമ്പ് മാത്രം, പിന്നെ ഒന്നും അതിൻ്റെ കൂടെ കഴിക്കാനില്ല. അങ്ങനെയല്ല അല്ലാഹു പഠിച്ചത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ, രുചി വർദ്ധിപ്പിക്കാനും അല്ലാഹു നിങ്ങൾക്ക് തന്നുവല്ലോ. ഇങ്ങനെ ഈ 2 സ്വഭാവങ്ങൾ ഒത്തിണങ്ങിയ പഴങ്ങൾ ഇത് 2 മറ്റൊന്നില്ല. അത് ഏറ്റവും കൂടുതൽ ഉപകാരം വ്യാപിച്ചതാണ്. അത് ഒരുപാട് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന പഴങ്ങളുമാണ് ഈ മുന്തിരിയും അതുപോലെ തന്നെ ഈത്തപ്പഴവും ഏറ്റവും കൂടുതൽ. ബാക്കി പഴങ്ങളൊക്കെ ഇന്ന് എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ഏറ്റവും ഈസിയായ കാലമാണ്. പക്ഷെ അതൊന്നും ഇല്ലാത്ത കാലത്ത് പോലും ആളുകൾ ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങളാണ് വിദൂരങ്ങളിലേക്ക് പോലും ഈത്തപ്പഴവും അതുപോലെ തന്നെ മുന്തിരിയും. മഹാനായ മുഫസ്സിർ റൂഹുൽ ബയാന്റെ മുഫസ്സിർ ചോദിക്കുക, എന്തേ അല്ലാഹു തആല ഈത്തപ്പന എന്ന് പറയാതെ, തുമൂർ, തംർ എന്ന് പറഞ്ഞ ഈത്തപ്പഴം, അത് പറയാതെ ജന്നാത്തിൻ മിൻ തുമൂരിൻ എന്നല്ലല്ലോ, ജന്നാത്തിൻ മിൻ നഖീലിൻ, ഈത്തപ്പന. നേരെ മറിച്ച് മുന്തിരിയെ സംബന്ധിച്ച് പറഞ്ഞത് ഖറം എന്ന്. ഖറം എന്ന് പറഞ്ഞാൽ മുന്തിരിവള്ളി എന്നാണ്. പക്ഷെ ഖറമിന്റെ മുന്തിരിവള്ളിയുടെ തോട്ടങ്ങൾ എന്നല്ല, മുന്തിരിയുടെ തോട്ടവും ഈത്തപ്പനയുടെ തോട്ടങ്ങളും അല്ലാഹു തന്നുവല്ലോ. ഒരു പഴം പറയാൻ 2ഉം ഒരുമിച്ച് പഴങ്ങളായിട്ട് പറയണം. വൃക്ഷമായിട്ട് ഇതിൻ്റെ ചെടിയായിട്ട് പറയുകയാണെങ്കിൽ 2ഉം ചെടിയായിട്ട് പറയണം. പക്ഷെ അള്ളാഹു പറഞ്ഞത് അങ്ങനെയല്ല. ആദ്യത്തേത് അതിൻ്റെ വൃക്ഷത്തെ പറഞ്ഞു, രണ്ടാമത്തേത് അതിൻ്റെ ചെടിയെ സംബന്ധിച്ച് പറഞ്ഞു. അതിനെന്താണ് കാരണം? പഠിക്കാമല്ലോ അല്ലേ, ഇതിലപ്പം നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആഴത്തിൽ ഒന്ന് വിശദമായിട്ട് നമുക്ക് പഠിക്കേണ്ട ഒരു വിഷയങ്ങളാണ് ഇതൊക്കെ. ഇത് നമുക്ക് നാട്ടിലൊന്നും വേദം പറയാൻ പറ്റൂല. എന്താ ഇപ്പോൾ മുന്തിരിവള്ളി ഈത്തപ്പന വരാൻ കാരണം? ആൾക്കാരൊക്കെ എണീറ്റ് പോകും. നാട്ടിലെ വേദം പറയുമ്പോൾ ഇതൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ ഇവിടെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ പിന്നെ എഴുന്നേറ്റ് പോകണില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. അപ്പോൾ മിൻ നഖീലിൻ വ അഅനാബിൻ, ഈത്തപ്പനയും മുന്തിരിയും. എന്തേ അല്ലാഹു ഇങ്ങനെ പറഞ്ഞത്? ഖുൽതു ലിഖ്തിസാസി ശജരിഹാ ബിമസ്ഇ നഫ്ഇ വആഥാരി സുന, ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള വൃക്ഷങ്ങളിൽ ഏറ്റവും ഉപകാരമുള്ള ഒരു വൃക്ഷം ഈത്തപ്പനയാണ്. വദാലിക, അത് മാത്രമല്ല, അവ്വലു ശജറത്തിൻ ഇസ്തഖറത് അലാ വജ്ഹിൽ അർള്, നമ്മുടെ ഭൂമിയിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു വൃക്ഷം ഈത്തപ്പനയേ ഉള്ളൂ. വഹിയ അമ്മത്തുന, അത് നമ്മുടെ അമ്മായിയാണല്ലോ. അമ്മത്ത് എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ സഹോദരികൾക്ക് അല്ലെങ്കിൽ പിതാവിൻ്റെ സഹോദരികൾക്കാണ് അമ്മത്ത് എന്ന് പറയാം. ലിഅന്നഹ, കാരണം ഖുലിഖത് മിൻ ഫളി തീനതി ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച മണ്ണിന്റെ ബാക്കിയിൽ നിന്നാണ് ഈത്തപ്പനയെ സൃഷ്ടിച്ചത് എന്നൊരു ഹദീസിലെ
എന്നൊക്കെ മുഫസ്സിരി സൂചിപ്പിക്കുന്നത്. ആ മണ്ണിൽ നിന്നുണ്ടാക്കിയതാണല്ലോ നമ്മുടെ വാപ്പയുടെ ജനനത്തിന് കാരണമായ, സൃഷ്ടിപ്പിന് കാരണമായ സമാനമായ മണ്ണിൽ നിന്നാണല്ലോ ഈത്തപ്പനയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വഹിയ തുഷ്ബിഹുൽ ഇൻസാൻ, മനുഷ്യനോട് സാമ്യതയുള്ളൊരു വൃക്ഷവുമാണത്. ഇസ്തിഖാമതൻ, അതിൻ്റെ നീർന്ന ആ ലെവലിലുള്ള നൃത്തം കാരണം. മനുഷ്യനാണ് ഭൂമിയിൽ ജീവികളിൽ സ്ട്രൈറ്റ് ആയിട്ട് നടക്കുന്ന ജീവി മനുഷ്യനാണ്. അപ്പൊ തെങ്ങോ മാട്ടൂലൊക്കെ ചെന്നൊക്കെ കാണുന്നില്ല, കായലിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന തെങ്ങ്. മനുഷ്യന്മാരുണ്ട് ചെരിഞ്ഞു നടക്കുന്നത്? ചെരിഞ്ഞ ഈത്തപ്പന കാണുമോ നിങ്ങൾ? വളരെ റയർ ആയിരിക്കും, വെരി റയർ. സ്ട്രൈറ്റ് നിൽക്കുന്നത് ഈത്തപ്പനയേ ഉള്ളൂ. അത് മനുഷ്യന് തുല്യമാണ്. നമ്മൾ വിചാരിക്കാതെ തെങ്ങില്ലാത്തതുകൊണ്ടായിരിക്കും. അല്ലല്ല, ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. തെങ്ങില്ലാത്തതുകൊണ്ടല്ല, തെങ്ങ് അള്ളാഹുവിനെ അറിയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വഹിയെങ്കിലും കിട്ടൂലേ? അതല്ല, ഈത്തപ്പനയ്ക്ക് അങ്ങനെയാണ്. 2 കൊമ്പുകളുള്ള ഈത്തപ്പന എന്ന് പറഞ്ഞാൽ വളരെ റയർ കേസാണ്. രണ്ട് ട്രങ്കുള്ള ഈത്തപ്പനയൊക്കെ സിംഗപ്പൂരിൽ ബൊട്ടാനിക് ഗാർഡൻ ഉണ്ട്, അവിടെ കുറച്ച് ഈത്തപ്പനകൾ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കൊമ്പുകളായിട്ട് വളർന്നിട്ടുള്ള ഈത്തപ്പനകൾ വളരെ റയറാണ്. നമ്മുടെ ഇവിടെ എവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഒരു ബയോ ഗാർഡൻ ഉണ്ട്, വളരെ മനോഹരമായ. അപ്പോൾ ഈത്തപ്പന മനുഷ്യൻ്റെ ഇസ്തിഖാമത്ത്, മനുഷ്യൻ്റെ ഏറ്റവും വളരെ മനുഷ്യ സൃഷ്ടിയോട്, മനുഷ്യൻ്റെ പ്രകൃതത്തോട് യോജിച്ചതാണ് അതിൻ്റെ നിലനിൽപ്പ്, ആ നൃത്തം. ഇസ്തിഖാമത്തി ഖദ്ദിഹാ വതൂലിഹാ, അതിൻ്റെ നീളം. വംതിയാസി ദകരിഹാ മിൻ ബൈനിൻ നബാത്ത്, വംതിയാസു ദിക്രിഹാ മിൻ ബൈനിൻ നബാത്തി വഖ്തിസാസിഹാ ബില്ലിഖാഹ്. ഈ പരാഗണം ചെയ്യുക എന്ന് പറഞ്ഞ ജോലി, അതായത് പൂമ്പൊടി എടുത്തിട്ട് ആണിൻ്റേത് പെണ്ണിലേക്ക്, വൃക്ഷങ്ങളിലുണ്ടല്ലോ ജെൻഡറുകൾ, ആണും പെണ്ണും, ഇങ്ങനെ പൂമ്പൊടി എടുത്ത് അതിനെ പരാഗണം ചെയ്യുന്നത് ലിഖാഹ്, ഫെർട്ടിലൈസേഷൻ ചെയ്യുന്ന പണി ഏറ്റവും കൂടുതൽ മനോഹരമായി നടക്കുന്നത് ഈത്തപ്പനയിലാണ്. ഈത്തപ്പനയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ, ഇപ്പോൾ ഒരു ക്യാമ്പ് മാറിയതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരു ആളുകളുണ്ട്. അവരൊക്കെ പറയും ഇതിൻ്റെ അത്ഭുതം വളരെ മനോഹരമാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചുള്ള ഈത്തപ്പനകളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചാണെങ്കിൽ ഒരുപാട് ഗർഭമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴങ്ങൾ കായ്ക്കും ഈത്തപ്പന. തൊട്ടടുത്തുള്ള ഈത്തപ്പന കാരണം അതിന് ആശ്വാസം ലഭിക്കും. ഒരുമിച്ച് നിൽക്കുമ്പോൾ ആശ്വാസമുള്ള ഒരു വൃക്ഷമാണ് ഈത്തപ്പന. ഒരുമിച്ച് ഒരു കൂട്ടത്തിലാകുന്നു, അതിന് പരസ്പരം ആശ്വാസം തോന്നാറുണ്ട്. അത് മാത്രമല്ല, وإذا كانت ذكورها بين إناثها ألقحتها بالريح وربما قطع الفها من الذكور فلا تحمل لفراقه. سبحان الله. ഈത്തപ്പനകൾ വിദൂരമായിട്ടാണ്, ഒരു പെൺ വൃക്ഷത്തിന്റെ അകലത്തിലാണ് ആൺവൃക്ഷമുള്ളതെങ്കിൽ കാറ്റിലൂടെ പരാഗണം നടക്കണം. ഖുർആൻ പറയുന്നു, അള്ളാഹു കാറ്റുകൾ അയക്കുന്നത് ലവാഖിഹൻ, പൂമ്പൊടികൾ ഒന്ന് മറ്റൊന്നിലേക്ക് ക്യാരി ചെയ്യുന്ന അവസ്ഥയിലാണ്. ഇത് ഇന്ന് കണ്ടെത്തിയ ഏറ്റവും വലിയൊരു അത്ഭുതം കൂടിയാണ്. വൃക്ഷങ്ങളിൽ ആണും പെണ്ണുമുണ്ട്, ജെൻഡറുകളുണ്ട്. അതാണ് ഇനി അടുത്ത ആയത്ത് വരാൻ പോകുന്നത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാറ്റിലും ഇണകളെ പടച്ച അല്ലാഹു സുബ്ഹാന, അവൻ പരിശുദ്ധൻ തന്നെ. മിഅ്റാജിനെ കൊണ്ടുപോയപ്പോൾ അല്ലാഹു ഉപയോഗിച്ച വാക്കാ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. മഹാത്ഭുതം പറയുമ്പോഴാ സുബ്ഹാന എന്ന് പറയാ. കാറ്റടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊരു സുഖം, നമുക്കത് ആശ്വാസമാണ്. പക്ഷേ വൃക്ഷങ്ങൾക്ക് അവകൾ കായ്കൾ കായ്ക്കണമെങ്കിൽ പുരുഷ ബീജം എന്ന് പറയുന്ന പോലെ പൂമ്പൊടി എന്ത് ചെയ്യണം? ആണിൻ്റേത് പെണ്ണിലേക്ക് കൺവേ ചെയ്യപ്പെടണം, പാസ് ചെയ്യപ്പെടണം. ഇതിന് കാറ്റുകൾ അല്ലാഹു അയക്കുന്നു. അത് എന്തൊരു അത്ഭുത! ആ ആൺ എന്ന് പറയുന്ന ആ ഒരു മെയിൽ ഈത്തപ്പനയുടെ പാം ട്രീസിൽ നിന്ന് അതിലൂടെ അടിക്കുന്ന കാറ്റ് പെണ്ണായി ഈത്തപ്പനയുടെ ഭാഗത്തേക്ക് കടന്നു പോകണം. ഈ കാറ്റ് ഇതിലെ വന്ന് ഇങ്ങോട്ട് പോയാൽ ആ പൊടി നഷ്ടപ്പെട്ടു. പക്ഷെ അള്ളാഹു അതിൻ്റെ കറക്റ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോയി അവകളെ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് അള്ളാഹു മാറ്റുന്നുവല്ലോ. ഞാൻ അടിച്ചു വീശുന്ന കാറ്റ് ഒരുപാട് വൃക്ഷങ്ങൾക്ക് പരാഗണം ചെയ്യുന്നതാണല്ലോ എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂചിപ്പിക്കുന്നു. അതുമാത്രമല്ല, ഈ ആണായ ഈ വൃക്ഷത്തിൻ്റെ അല്ലെങ്കിൽ മെയിൽ പാം ട്രീയുടെ അതിൻ്റെ കുല മുറിച്ചു കളഞ്ഞാൽ അവിടെ കായ്കൾ കായ്ക്കുന്നുമില്ല, പിന്നെ ഈത്തപ്പഴം ഉണ്ടാവില്ല അവിടെ.
ഈത്തപ്പനകൾക്ക് പ്രേമമുണ്ടാകാറുണ്ട്. മരഞ്ചുറ്റികളി എന്നൊക്കെ പറയില്ലേ, ഈത്തപ്പനകൾക്ക് ഉണ്ടാകാറുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു മഹാനായ ഇബ്നുൽ ഖയ്യിം ഇബ്നുൽ ജൗസി തങ്ങൾ ഉദ്ധരിക്കുന്ന ബഗ്ദാദിലുണ്ടായ ഒരു ഈത്തപ്പനയുടെ കഥ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. ഒരു ഈത്തപ്പന തീരെ കായ്ക്കാതെ വന്നപ്പോൾ, നല്ല മധുരമുള്ള നല്ല രസകരമായ ഈത്തപ്പഴം കായ്ച്ചിരുന്ന ഒരു ഈത്തപ്പന കുറേ കാലങ്ങളായിട്ട് കായ്ക്കാതെ വന്നപ്പോൾ ഈത്തപ്പനയുടെ ഒരു എക്സ്പേർട്ടിനെ കൊണ്ടുവന്ന് നോക്കിയത്. അപ്പോൾ പറഞ്ഞു, പ്രേമം ബാധിച്ചതാ, മെലിഞ്ഞിട്ടുണ്ട്. കുട്ടികൾ മെലിയില്ലേ, ഭക്ഷണം കഴിക്കാതാവില്ലേ? +2 ഉണ്ടാകുമ്പോൾ ഈ അസുഖം വരിക നാട്ടിലൊക്കെ. ഉറക്കോടുറക്ക് കുട്ടി എണീക്കണേ ഇല്ല, ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, എന്തോ പ്രേമം തലക്കടിച്ചതായിരിക്കും. കുട്ടിയൊക്കെ ആ പ്രായത്തിൽ അറിയില്ലല്ലോ എന്താ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ. കല്യാണം കഴിഞ്ഞ ഇതിനിപ്പോൾ ആകെ ഈത്തപ്പനം മെലിഞ്ഞുപോയി. ബഗ്ദാദിൽ നടന്നതാണ്. ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ അവരുടെ ദമ്മുൽ ഹവ എന്ന് പറഞ്ഞ കിതാബിലെ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, ഇതിന് പ്രേമം കുടുങ്ങിയതാണ്. അങ്ങനെ തൊട്ടടുത്തുള്ള അതിൻ്റെ ഈത്തപ്പന അതിനെ പറിച്ചെടുത്ത് ആണായ ഈത്തപ്പനകളുള്ള ഒരു ഭാഗത്തേക്ക് അതിനെ പറിച്ച് രണ്ടാമത് നടുകയും കൂടെ ചേർത്ത് വെക്കുകയും ചെയ്തപ്പോൾ പഴയ പോലത്തെ ഏറ്റവും രുചികരമായ ഈത്തപ്പഴം അത് കായ്ക്കുകയും വളരെ കാലങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്ന ഈത്തപ്പനകൾ 1000ഓളം വർഷങ്ങൾ ജീവിക്കുമെന്നാണ് പറയാം. 1000കണക്കിന് വർഷങ്ങൾ. മദീനയിൽ കണ്ട അവിടുത്തെ ഒരു നാട്ടുകാരനായ വളരെ പ്രായമുള്ളൊരു അറബി പറഞ്ഞു, മസ്ജിദുൽ ഖുബാഇന്റെ പരിസര ഭാഗത്തുള്ള ചില തോട്ടങ്ങളിൽ ഈത്തപ്പനകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലം മുതലൊക്കെ നിലനിൽക്കുന്ന ഈത്തപ്പനകളാണെന്നാണ് തോന്നുന്നത്. അത്രയും പഴക്കം പറയാറുണ്ട് ഇതിനൊക്കെ. 1000കണക്കിന് വർഷങ്ങൾ ഇത് സർവൈവ് ചെയ്യും, തെങ്ങ് പോലെയൊന്നുമല്ല. അപ്പോ മുഫസ്സിരീങ്ങൾ പറയാണ്, ഈ ഈത്തപ്പനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? നമ്മൾ റോഡ് സൈഡിൽ കാണുമ്പോൾ ഈത്തപ്പന കുഴപ്പമില്ലല്ലോ അല്ലേ? അതിന് പ്രേമം സംഭവിക്കാറുണ്ട്. ഇഷ്ക് എന്ന് പറഞ്ഞതല്ലേ പ്രേമം. തൊട്ടടുത്തുള്ള ഈത്തപ്പനയിലേക്ക് ഒരു ചെരിവ്, ഒരു ചാഞ്ചാട്ടം അതിന് വരും. ഒരൽപ്പം ഇങ്ങനെ ലീനിങ് നേച്ചർ അതിന് കാണാറുണ്ട്. അതിന് ഗർഭധാരണം ഇല്ലാതാവുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഇതിന് ഫ്രൂട്ട്സ് ഉണ്ടാവൂല. ഈത്തപ്പന മെലിയും. റൂഹുൽ ബയാൻ തഫ്സീറിൽ കാണുന്ന വാക്കുകളാണ് ഇതൊക്കെ. അതിന്റെ ചികിത്സ എന്ന് പറഞ്ഞത് ആരോടാണോ ഇതിന് പ്രേമം തോന്നുന്നത് അയാളിലേക്ക് ഇതിനെ കെട്ടിവെച്ചു കൊടുത്താൽ, എവിടേക്കാണോ ഇത് ചെരിവ് കാണിച്ചത് ആ ഭാഗത്തേക്ക് ഇതിനെ പിടിച്ച് കെട്ടിക്കൊടുത്താൽ, രണ്ടുപേരെ യോജിപ്പിച്ചു കൊടുത്താൽ ഇവരുടെ അസുഖം തീരുന്നു. ഇതൊന്നും തെങ്ങിലുണ്ടോ ഈ കാര്യങ്ങളൊക്കെ? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അവർക്ക് ദൃഷ്ടാന്തമാണ് ഭൂമി എന്ന് പറഞ്ഞ വരുന്നത്. ദൃഷ്ടാന്തമാണ് അവിടുത്തെ ധാന്യം, ദൃഷ്ടാന്തമാണ് ഈത്തപ്പനകൾ ദൃഷ്ടാന്തമാണ്. അമ്മച്ചുന, ഇത് നമ്മുടെ അമ്മായിയാണല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹിയ അമ്മച്ചുന, ഇങ്ങനെ മനുഷ്യനോട് സാദൃശ്യമുള്ള ഒരു വൃക്ഷം ഇതല്ലാതെ വേറെയില്ല. അതുകൊണ്ടായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല തംർ ഈത്തപ്പഴം എന്ന് പറയേണ്ടതിന് പകരം അവിടെ നഖീൽ ഈത്തപ്പന എന്ന് പറയുകയും തൊട്ടടുത്ത വാക്ക് മുന്തിരി വള്ളി എന്നല്ല മുന്തിരി എന്ന് പറയാനും കാരണം ഈ വൃക്ഷത്തിന് ഇത്രക്കും പ്രാധാന്യമുണ്ടെന്ന് മനുഷ്യന്മാർ മനസ്സിലാക്കാൻ തന്നെയാണ് അല്ലാഹു ഇങ്ങനെ ഒരു പ്രയോഗം ഖുർആനിൽ പ്രയോഗിച്ചതെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ഇന്നമന ശജരി ശജറതൻ മസലുഹാ കമസലിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യനോട് സാദൃശ്യമുള്ള ഒരു വൃക്ഷം നിങ്ങൾക്കറിയുമോ? മസലുഹാ കമസലിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യനോട് സാദൃശ്യമുള്ള ഒരു വൃക്ഷം. ഈ ഹദീസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയും, എൻ്റെ മനസ്സിൽ അപ്പോഴേ വന്നു അത് ഈത്തപ്പനയായിരിക്കണം. പക്ഷേ ഞാനിന്ന് പ്രായത്തിൽ കുറവായിരുന്നു, ഒരുപാട് വലിയ പ്രായമുള്ള ആളുകൾ കൂടെയുണ്ട്, അവരൊക്കെ പറയട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്നും മിണ്ടിയില്ല. ആളുകളൊക്കെ ഈ വാദികളിൽ, വാലീസിൽ, മലഞ്ചെരുവുകളിൽ ഉണ്ടാകുന്ന മരങ്ങളെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ ആ വൃക്ഷത്തിന്റെ പേരെന്തായിരുന്നു, അതിന്റെ പേരെന്തായിരുന്നു, അതൊറ്റാണോ എന്ന് വിചാരിച്ച്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഈത്തപ്പനയാണ്. ഇന്നഹൻ നഖ്ല, കൺമുമ്പിലുള്ള ഒരു സംഗതി നമ്മൾ പെട്ടെന്ന് ചിന്തിക്കൂലല്ലോ. അവർക്ക് ഏറ്റവും പരിചയമുള്ള വൃക്ഷം അതാ, പക്ഷെ ആരും അത് പറഞ്ഞില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വാപ്പയോട് പറഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിനോട്,
വാപ്പ എൻ്റെ മനസ്സിൽ അപ്പോഴേ ഉണ്ടായിരുന്നു കേട്ടോ അത് ഈത്തപ്പനയാണെന്ന്, ഞാൻ നാണം കൊണ്ട് പറഞ്ഞില്ല. ഉമർ തങ്ങൾ പറഞ്ഞു, എൻ്റെ പൊന്നാര മോനെ, നീ അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്നൊരു അഭിമാനമായിരുന്നു അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. മസലുഹാ കമസലിൽ മുഅ്മിൻ. എന്താ കാരണം എന്നറിയോ? ഏറ്റവും കടുത്ത ചൂടിലുണ്ടാകുന്ന വൃക്ഷമാണിത്. തെങ്ങ് കൂടെ കൊണ്ടുവന്ന് നോക്കി, തെങ്ങ് കായ്ക്കുന്നുണ്ടോ? നമ്മൾ ബീച്ചിലൊക്കെ വെച്ചിരിക്കും തെങ്ങ്, പക്ഷെ ഒരു ഇളനീര് പോലെ ഉണ്ടാവില്ല. ഈ ചൂടൊന്നും തെങ്ങിന് സർവൈവ് ചെയ്യാൻ പറ്റൂല. ഏറ്റവും കഠിനമായ സ്ഥലത്ത്, അതാണല്ലോ സർവൈവൽ എന്ന് പറഞ്ഞാൽ. നല്ല സുഖകരമായി ജീവിക്കാൻ എയർ കണ്ടീഷൻഡ് റൂമിൽ ഏത് കുട്ടിക്കും ജീവിക്കാൻ പറ്റും, പക്ഷെ പുറത്ത് ആ നാച്ചുറൽ ക്ലൈമറ്റിൽ ജീവിക്കാൻ പറ്റുമോ ഇല്ലേ, അതാണ് വിഷയം. ഈത്തപ്പന കൊണ്ടുപോയ നാട്ടിൽ ഉണ്ടാവണില്ലല്ലോ, അത് പറയരുത്. നാട്ടിൽ നല്ല മൈൽഡ് ക്ലൈമറ്റാ. ഇതുപോലെയുള്ള ഒരു അറിച്ച് വളരെ ബാരൻ ലാൻഡിൽ കൊണ്ടുപോയി ഇവിടെ ഉണ്ടാകുന്ന ഒരു വൃക്ഷം, അതിൻ്റെ മഹത്വം മറ്റൊരു വൃക്ഷത്തിനില്ലല്ലോ. നമ്മളൊക്കെ കേരളീയരാണ്, തെങ്ങിനോട് വല്ലാതെ ഒരു വാശി ഉണ്ടാവും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറയണത്. അതുകൊണ്ടൊന്നല്ല, നമ്മൾ കേരളീയർ തന്നെ. കേരളം നാളികേരത്തിൻ്റെ നാടാ, അതൊക്കെ ശരിയാണ്. പക്ഷേ മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം ഈത്തപ്പനയാണ്. കാരണം എന്താണെന്നറിയോ? ഏറ്റവും കടുത്ത പരീക്ഷണത്തിൽ ജീവിച്ചിരിക്കെ ഏറ്റവും മധുരമുള്ള പഴം. എന്താ ഈത്തപ്പഴത്തിൻ്റെ ഒക്കെ മധുരം? അത് പിന്നെ തേനിലും കൂടെ മുക്കി കഴിച്ചാൽ എന്തായിരിക്കും? ഈത്തപ്പഴം പിന്നെ ഒരു ചക്കരയുടെ കുടത്തിലൊന്നും ഇടേണ്ട ഒരു ആവശ്യമില്ല. അതെന്നെ മധുരമുള്ള സംഗതിയാണ് അല്ലേ? ഈ ലഡ്ഡുക്കെ പഞ്ചാരി കുത്തി തിന്ന ആൾക്കാരുണ്ടാവേ. സുബ്ഹാനല്ലാഹ്. ഈത്തപ്പഴത്തിന്റെ മധുരം തന്നെ എത്രയാ! അതും ഈ ഉണങ്ങിയ ഭൂമിയിൽ. എന്താ ഇപ്പം നമ്മുടെ ഇവിടെ അബുദാബിയിലെ മണ്ണ് അറിയില്ലേ? ഇതൊക്കെ ഇപ്പം നമ്മുടെ ഒമാനിലെ സലാലയിലെ മണ്ണ് പോലെയുള്ള അത്രയും ഫെർട്ടൈൽ മണ്ണാണോ? അല്ല. എന്നാൽ ഇവിടെ ഉണ്ടാകുന്ന ഈത്തപ്പഴത്തിന്റെ മധുരം എത്രയാണ്! അത് കായ്ക്കുന്നത് ഏറ്റവും തിളച്ചുമറിയുന്ന ചൂടിൽ. നമുക്കൊന്നും ഒരു 5 മിനിറ്റ് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത ചൂട്. ആ ചൂടിൽ ഉണ്ടാകുന്ന ഏറ്റവും മധുരമുള്ള പഴം. അതിനേക്കാളും മധുരമുള്ള വേറൊരു പഴമില്ലല്ലോ ഈത്തപ്പഴത്തോളം മധുരമുള്ളത്. അപ്പോ മുഅ്മിനായ മനുഷ്യൻ ജീവിതത്തിൽ കഠിനമായ പരീക്ഷണത്തിൽ ജീവിക്കുന്ന ആളാണ്. പക്ഷെ അയാളെന്ന് എപ്പോഴും ഏറ്റവും നല്ലതേ ഉണ്ടാവൂ. ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്, ഒരുപാട് ടെൻഷനുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ ഇടയിലും നല്ല വാക്ക് പറയുന്ന ആളാ മുസ്ലിം, അവനാ മുഅ്മിൻ. ഏറ്റവും കഠിനമായ പരീക്ഷണത്തിൽ മറ്റുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കുന്ന ആളാണ് സത്യവിശ്വാസി. മസലുഹാ കമസലിൽ മുഅ്മിൻ. അങ്ങനത്തെ മുഅ്മിനിന്റെ ഉദാഹരണം ഈത്തപ്പനയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അത് മാത്രമോ? കുറഞ്ഞ വെള്ളം മതി ഈത്തപ്പനക്ക് സർവൈവ് ചെയ്യാൻ. കുറഞ്ഞ വെള്ളം മതി. എന്താ നമ്മൾ ഈ കാണുന്ന ആ കറുത്ത പൈപ്പ് ലൈൻ ഇല്ലേ, അതിലൊക്കെ വരുന്ന വെള്ളത്തിന്റെ അളവ് എത്രയാ? ഒരു ദിവസം മുഴുവൻ വെച്ച ഒരു കപ്പ് വെള്ളം ഉണ്ടാവില്ല അതില്. ചെറിയൊരു നനവ് ഇങ്ങനെ സ്പ്രെഡാവുന്ന വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ ഈത്തപ്പനയുടെ മുൻപിലൊക്കെ? ലോറികൾ അടിച്ചു കൊടുക്കുന്നുണ്ടാവും ഒരു ദിവസത്തേക്ക് മുഴുവൻ, അല്ലെങ്കിൽ 2 ദിവസത്തേക്ക്, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കൽ. വളരെ കുറച്ച് വെള്ളം ഇതിന് മതി. ഇവാപ്പറേഷൻ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഡീഹൈഡ്രേഷൻ നടക്കുന്ന നാടാണിത്. നമ്മുടെ നാട്ടിലെ തെങ്ങിനെ പോലെയാണോ? അല്ലല്ലോ. നമ്മുടെ ക്ലൈമറ്റ്, ഇവിടുത്തെ ക്ലൈമറ്റ് നാട്ടിലേത് വ്യത്യാസമുണ്ടല്ലോ. ഈത്തപ്പന സർവൈവ് ചെയ്യുന്നത് കുറഞ്ഞ വെള്ളം കൊണ്ടാണ്. മുഅ്മിനായ മനുഷ്യൻ ഇങ്ങനെയാണ്. അവന് കുറച്ചു മതി. ഒരുപാട് വേണം, എനിക്ക് എത്രയോ വേണം, അങ്ങനെയൊന്നുമില്ല. മുഅ്മിനായ മനുഷ്യൻ ഉള്ളത് നല്ല ക്വാളിറ്റി, വളരെ കുറച്ച് വരുമാനം, കുറച്ച് വരവ്, എന്നാൽ നൽകുന്നത് ഏറ്റവും മനോഹരമായത്. കുറഞ്ഞ വെള്ളത്തിൽ ഏറ്റവും കൂടിയ ചൂടിൽ ഏറ്റവും മധുരമുള്ള പഴം നൽകുന്നത് ഈത്തപ്പനയല്ലാതെ മറ്റൊന്നില്ലല്ലോ. മസലുഹാ കമസലിൽ മുഅ്മിൻ. ഇത് മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉദാഹരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറഞ്ഞ വേതനത്തിന്, കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുകയും ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവുകയും എന്നിട്ട് പോലും ഏറ്റവും നല്ലത് മാത്രം നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബത്തിനും നന്മ മാത്രം നൽകുകയും ചെയ്യുന്നത്, അതാണ് മുഅ്മിൻ. അതാണ് മുഅ്മിനായ ആണും പെണ്ണും. ഈത്തപ്പന പോലെയാണ്. കുറഞ്ഞത് മതി. കുറേ എനിക്ക് വേണം, എനിക്ക് അത്ര സാരി വേണം, എനിക്ക് അത്ര പർദ്ദ വേണം എന്ന് പെണ്ണ് പറയല്ല, ആണ് പറയല്ല. എനിക്ക് അത്ര വേണം, പടച്ചോനെ ശമ്പളം അത്ര പോരല്ലോ, അള്ളാഹു നീ എത്ര തന്നാലും ഉള്ളതിൽ ബറക്കത്ത് തരണേ എന്ന് ചോദിക്കണം മുഅ്മിനീങ്ങളെ. ശമ്പളം നമ്മൾ അള്ളാഹു എഴുതി കൊടുക്കണ്ട. പടച്ചോനെ എനിക്കൊരു 5000 രൂപേൻ്റെ ശമ്പളം എന്താ ഇത് ചോദിക്കരുത്. അത് 1000 അള്ളാഹു തന്നാലും ഇനി 500 തന്നാലും നമുക്കതൊക്കെ പേടിയാവും പറയാൻ തന്നെ അല്ലേ. അള്ളാഹു അതിൽ ബറക്കത്ത് തന്നാൽ ഇത് പോരെ മുഅ്മിനെ? നമുക്കൊരു ആരോഗ്യപരമായ പ്രശ്നങ്ങളില്ലാതെ, മാനസിക ബുദ്ധിമുട്ടില്ലാതെ, അല്ലാഹുമ്മ ജഅൽ ഖൂത ആലി മുഹമ്മദിൻ കഫാഫ, അല്ലാഹുവേ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് നീ നൽകുന്നത് കഫാഫൻ, ജീവിക്കാൻ ആവശ്യമായത് തന്നാൽ മതി പടച്ചവനെ എന്ന് ദുആ ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരാതെ, തന്റെ ചെലവുകൾ കഴിഞ്ഞു പോകത്തക്ക രീതിയിൽ ഒരു വരുമാനം, ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി നമ്മൾ ചെയ്തോളൂ.
അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് നന്മ ചെയ്യാൻ കഴിയണം. ബാക്കി ഒരുപാട് ആളുകൾക്ക് സന്തോഷം കൊടുക്കാൻ അതുകൊണ്ട് സാധിക്കണം. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളത് ബാക്കിയുള്ള ആളുകൾക്ക് അവകാശപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം. മസലുഹാ കമസലിൽ മുഅ്മിൻ, ഏറ്റവും മധുരമായ വാക്കാണ് മുസ്ലിം പറയുള്ളൂ. അങ്ങനത്തെ വാക്കുകളെ മുഅ്മിൻ ഉപയോഗിക്കുകയുള്ളൂ. മുഅ്മിനിന്റെ ഉദാഹരണം ഈത്തപ്പനയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വആലിഹി ثم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. الله. بسم الله الرحمن الرحيم. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. وجعلنا فيها ഭൂമിയിൽ നാം നിങ്ങൾക്ക് ആക്കി തന്നുവല്ലോ ജന്നാത്തിൻ മിൻ നഖീലിൻ, ഈത്തപ്പനയുടെ തോട്ടങ്ങൾ ഞാൻ നിങ്ങൾക്കുണ്ടാക്കി തന്നുവല്ലോ. അപ്പോൾ പാം ഗാർഡൻസ് കാണുമ്പോൾ, ഈത്തപ്പനയുടെ തോട്ടങ്ങൾ കാണുമ്പോൾ അള്ളാഹുവിന് ഓർമ്മ വരണം. മസലുഹാ കമസലിൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണമായ വൃക്ഷമാണിത്. അവിടെ ദേശീയത ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ നാട്ടിലെ മരത്തെ മാത്രമേ സ്നേഹിക്കുള്ളൂ അതൊന്നും പറയാൻ നിൽക്കണ്ട. നമ്മളൊക്കെ യൂണിവേഴ്സലാണ്, മുസ്ലിമീങ്ങളൊക്കെ യൂണിവേഴ്സൽ എന്നാ പറയാം. നമ്മളൊക്കെ ആഗോള പൗരന്മാരാണ്. ഒരു രാജ്യമോ അല്ലെങ്കിൽ ഒരു അതിരുവരമ്പുകളോ മനുഷ്യന്റെ മനസ്സുകൾക്കിടയിൽ വരമ്പുകൾ ഉണ്ടാക്കരുത്. അതാണ് വിഷയം. ഈത്തപ്പന മുഅ്മിനിന്റെ ഉദാഹരണമാണ്. ജന്നാത്തിൻ മിൻ നഖീൽ, ഈത്തപ്പനയുടെ തോട്ടങ്ങൾ ഞാൻ നിങ്ങൾക്കുണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ. ആ ഒരു നിഅമത്ത് കാണാനുള്ള ഭാഗ്യം ഗൾഫുകാർക്ക്, പ്രവാസികൾക്ക് ഉണ്ടായിട്ടുണ്ടല്ലേ. അൽഹംദുലില്ലാ. ഈത്തപ്പനയുടെ തോട്ടങ്ങൾ ഖുർആൻ എടുത്തു പറഞ്ഞൊരു സംഗതിയാ ജന്നാത്ത്. ജന്നാത്ത് നമ്മുടെ കുറച്ചങ്ങോട്ട് നമ്മുടെ സൗദി അറേബ്യയുടെ റൂട്ടിലേക്കൊക്കെ പോയാൽ അതിൻ്റെ ലിവയിലും മർഫയിലും അതുപോലെ തന്നെ ബദാസായതിൻ്റെ ഉള്ളിലോട്ട് അല്ലേ, ലിവ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് തോട്ടങ്ങളുണ്ടെന്ന് കേട്ടു. അല്ലെങ്കിലൊക്കെ ഒരുപാട് ഈത്തപ്പനയുടെ തോട്ടങ്ങൾ. അതൊക്കെ ഇങ്ങനെ കണ്ണിന് കുളിർമ നൽകുന്ന സംഗതികളാണ്. മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണമാണത്. അതിൻ്റെ ചുവടെ എത്രയോ കാലങ്ങൾ തണൽ കൊണ്ടിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു ഈത്തപ്പനയെ പിടിച്ചു കുലുക്കാനാ പറഞ്ഞത് മറിയം ബീവിയോട്. ഗർഭം ധരിച്ച് ഈസ നബി അലൈഹിസ്സലാമിന് ജന്മം കൊടുക്കാൻ പോകുമ്പോൾ നാട്ടുകാർ മുഴുവനും ആക്ഷേപിച്ച് വഹുസ്സി ഇലൈകി ബിജുദ്ഇൻ നഖ്ല, അള്ളാഹുവിന്റെ സഹായമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ഒരു നേരം മറിയം ബീവി റളിയല്ലാഹു അൻഹ, ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി മറിയം റളിയല്ലാഹു അൻഹ, അന്ന് വയസ്സ് 14 എന്നാണ് ചരിത്രം പറയാ മറിയം ബീവിക്ക്. ആ സമയത്താണ് ഈസ നബി അലൈഹിസ്സലാമിന് ജന്മം കൊടുക്കുന്നത്. അള്ളാഹുവിന്റെ വചനം ഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല, മറിയം ബീവി നിങ്ങളുടെ പ്രസവ സമയം ആസന്നമാകാനിരിക്കുകയാണ്. ഈത്തപ്പന നിങ്ങൾ പിടിച്ചൊന്ന് കുലുക്കിക്കോളൂ. തുസാഖിച അലൈകി റുതബൻ ജനിയ, വളരെ ഫ്രഷായ ഈത്തപ്പഴം നിങ്ങൾക്കത് വീഴ്ത്തിത്തരും. മുഫസ്സിരീങ്ങൾ പറയാ, ഉണങ്ങിയ ഒരു ഈത്തപ്പനയെ പിടിച്ച് കുലുക്കാനാ മറിയം ബീവിയോട് അള്ളാഹു പറഞ്ഞത്. ഗർഭിണികൾ ഈത്തപ്പഴം കഴിക്കണമെന്ന, അതവർക്ക് ഏറ്റവും കൂടുതൽ ന്യൂട്രീഷൻ നൽകുന്നത്, ശരീരത്തിന് പോഷണം, കുഞ്ഞിന് എല്ലാം ഖൈറുള്ളത് ഈത്തപ്പഴം കഴിക്കലാണെന്ന് ഈ ആയത്തുകൾ തഫ്സീർ ചെയ്തുകൊണ്ട് നമ്മുടെ ഉലമാ പറഞ്ഞിട്ടുണ്ട്. മറിയം ബീവിയോട് പറയുന്നു ഹുസ്സി, കുലുക്കണമെന്ന. കുലുക്കിയാൽ കുലുങ്ങാത്ത വൃക്ഷമാണ് ഈത്തപ്പന അല്ലേ? കുലുക്കിയാൽ കുലുങ്ങൂലല്ലോ. തെങ്ങൊക്കെ ഒരല്പം കുലുങ്ങിന്ന് വരും, ഈത്തപ്പന കുലുങ്ങാൻ പ്രയാസ. പക്ഷെ ഹുസ്സി, നിങ്ങൾ അതൊന്ന് ചെയ്തേക്കണം മറിയം ബീവി. എന്താണെന്നറിയോ? ഡോക്ടർമാർ പറഞ്ഞില്ലേ പെണ്ണുങ്ങളോടൊക്കെ 8 മാസക്കായി ഇനി കുറച്ച് നടത്തൊക്കെ കൂടണം. ഈ നടത്തെന്നൊക്കെ പറഞ്ഞതാണ്. ഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല, ഒരു ഫിസിക്കൽ എക്സർസൈസ് ചെയ്യണം മറിയം ബീവി. അള്ളാഹുവിന് വേണമെങ്കിൽ ഈത്തപ്പഴം അങ്ങനെ ഇറക്കി കൊടുക്കാം മഹാനായ ഒരു പ്രവാചകന്റെ ഉമ്മയായി വരാൻ പോകുന്ന മറിയം ബീവിക്ക്. പക്ഷെ മറിയം ബീവി ഒന്ന് അധ്വാനിച്ചോളൂ, ഒന്ന് പിടിച്ച് കുലുക്കിക്കോളൂ. കുലുങ്ങാത്തൊരു സാധനത്തെ കുലുക്കാൻ പറയാ. എന്താ? നിങ്ങൾ ഒരൽപ്പം എക്സേർട്ട് ചെയ്യണം, ഒരൽപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അധ്വാനിക്കണം. പ്രസവത്തിന്റെ സമയമാണ് അടുത്തിരിക്കുന്നത്. ഒരൽപ്പം എക്സസൈസ് ഒക്കെ ആവാം, ഒരൽപ്പം നടത്തമാവാം, ഒരൽപ്പം ശരീരത്തിന് ആശ്വാസം കിട്ടണമെങ്കിൽ നിങ്ങൾ അധ്വാനിക്കണം എന്ന് അല്ലാഹു പഠിപ്പിക്കുന്ന ഭാഗമാണ്. തിന്നാൻ പറഞ്ഞത് എന്താണ്? ഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ല തുസാഖിത് അലൈകി റുതബൻ ജനിയ, വളരെ മനോഹരമായ പഴം അല്ലാഹു നിങ്ങൾക്ക് ഇറക്കി തരും മറിയം ബീവി, നിങ്ങളൊന്ന് പിടിച്ചു കുലുക്കിക്കോളൂ. ഉണങ്ങിയ ഈത്തപ്പനയായിരുന്നു അത്. അല്ലാഹു ഒരു കറാമത്ത് എന്ന നിലക്ക് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി ഈത്തപ്പഴം അവിടുന്ന് പൊഴിച്ചു കൊടുക്കുകയും അതുവരെ ഭക്ഷിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. وجعلنا فيها جنات من نخيل, ഈത്തപ്പനയുടെ തോട്ടങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു സംവിധാനിച്ചത്. വഅനാബിൻ, മുന്തിരിയുടേത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വിഭാഗം ആളുകൾ സബീബ് ഉണക്ക മുന്തിരി തങ്ങൾക്ക് ഹദിയ കൊണ്ടുവന്നു. സബീബ് മുന്തിരി ഉണങ്ങിയതും കഴിക്കാം, ഫ്രഷ് ആയിട്ടും കഴിക്കാം. സബീബ് എന്ന് പറയുന്നത് മുന്തിരി ഇനബ് ഉണങ്ങുമ്പോഴാണ് നമ്മൾ സബീബ് എന്ന് പറയാം. ഉണക്ക മുന്തിരി എന്ന് പറയില്ലേ, ഇതിനാണ് സബീബ്. ഫഖാല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബിസ്മില്ലാഹ്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞങ്ങൾ കഴിക്കട്ടെ. കുലൂ കുലൂ, നിങ്ങൾ ഭക്ഷിച്ചോളൂ. നിഅമത്തുആമു അസ്സബീബ്, എത്ര നല്ല ഭക്ഷണമാണ് മുന്തിരി എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യശുദ്ദുൽ അസ്ബ വയുദ്ഹിബുൽ വസ്വബ, ക്ഷീണം അകറ്റുകയും ഞരമ്പുകൾക്ക് നാഡികൾക്ക് ഉന്മേഷം നൽകുകയും ചെയ്യുന്ന ഭക്ഷണം. വയുത്ഫിഉൽ ഗളബ, ദേശക്കാരന്റെ ദേഷ്യം കുറഞ്ഞു പോകാൻ സഹായകമാകുന്ന ഭക്ഷണം. വയുർളിർ റബ്ബ, അല്ലാഹുവിന് തൃപ്തിയുള്ള ഭക്ഷണം. വയുതയ്യിബുൻ നക്ഹ, മനുഷ്യന്റെ വാസനകൾ നന്നാക്കുന്ന ഭക്ഷണം. വയുദ്ഹിബുൽ ബൽഗമ, മനുഷ്യന്റെ കഫത്തിന്റെ അസുഖങ്ങൾ ഇല്ലാതെയാക്കുന്ന ഭക്ഷണം. വയുസഫിൽ ലൗന, തൊലിക്ക് നല്ല തെളിച്ചം നൽകുന്ന ഭക്ഷണം. കുലൂ നിഅമത്തുആമി അസ്സബീബ്, നല്ല ഭക്ഷണമാണ് മുന്തിരി. ബിസ്മില്ലാഹി കുലൂ, അള്ളാന്റെ നാമം ഉച്ചരിച്ച് ഭക്ഷിച്ചോളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെ ഗുണങ്ങളുണ്ട്. എന്നാ പിന്നെ ചോറ് ഒഴിവാക്കി മുന്തിരി തിന്നാലോ എന്ന് തോന്നുന്നുണ്ടല്ലേ. ഖുർആനിൽ പറഞ്ഞ ഈ പഴങ്ങളൊക്കെ കഴിക്കണം എന്നാ. ഒന്ന് ഈത്തപ്പഴം, വീട്ടിൽ ഈത്തപ്പഴം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവരുത്. ഇവിടെയൊക്കെ പറ്റും, നാട്ടിലപ്പോൾ പറ്റില്ല എന്ന് വരും. ഇവിടെ നിന്നൊക്കെ റൂമിൽ എന്ത് ചെയ്യുക, ഒരൽപ്പം ഈത്തപ്പഴം ഉണ്ടായിരിക്കുക. സബീബ്, ഉണക്കമുന്തിരി. നമ്മുടെ നാട്ടിലെ വിഷടിച്ച് കൊണ്ടുവരുന്ന മുന്തിരിനെ പറ്റിയല്ല ഈ പറഞ്ഞ ഹദീസ് കേട്ടോ. വിഷമൊക്കെ കളഞ്ഞിട്ടേ എന്താ തമിഴ്നാട്ടുകാരൊക്കെ വിഷടിക്കണ കഥ കണ്ടപ്പോൾ തമ്പുരാനെ, അങ്ങനെയല്ല, വിഷം ചെയ്യരുത്, മനുഷ്യനെ കൊല്ലാണ്, ചെയ്യാൻ പാടില്ല. അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. മനുഷ്യൻ്റെ ദുഷ്ടലാക്കാനുള്ള ഇതിനൊക്കെയാണ്. പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം, ബൾക്കായിട്ട് സാധനം കയറ്റിയാക്കാൻ പറ്റണം. അതുകൊണ്ട് കുറേ പാക്കറ്റ് ഉണ്ടാവണം. പെട്ടെന്ന് വിഷം കയറ്റിയെങ്കിലും പെട്ടെന്ന് ആയിക്കോട്ടെ, വളർന്നോട്ടെ, അങ്ങനെ ചെയ്യല്ലേ. അതിൽപ്പെട്ടതാ സൈത്തൂൻ, ഒലീവ് നമ്മുടെ വീടുകളിൽ വേണം. അത് പിക്കിളായിട്ടാവാം, ഒലീവിൻ്റെ എണ്ണയായിട്ട് ഉപയോഗിക്കണം. അതുപോലെ തന്നെ തീൻ, നമ്മുടെ അത്തിപ്പഴം, നമുക്കൊരു ടേസ്റ്റും പിടിച്ചില്ല എന്ന് വെക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, തീൻ സ്വർഗത്തിലെ പഴമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെ പഴത്തിന് കുരുകൾ ഉണ്ടാവില്ല എന്നാ, കുരുണ്ടാവില്ല. അവിടെ മാങ്ങ ഉണ്ടാവും, പക്ഷെ മാങ്ങയ്ക്ക് അണ്ടി ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അത്തീനു മിൻ സമരിൽ ജന്ന, അത്തിപ്പഴം സ്വർഗത്തിന്റെ ഭക്ഷണമാണ്, സ്വർഗത്തിൽപ്പെട്ട പഴമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞില്ലേ, വത്തീനി വസ്സൈതൂൻ, അത്തിപ്പഴത്തെ തന്നെയാണ് സത്യം, സൈത്തൂനിനെ തന്നെയാണ് സത്യം. അപ്പോ ഇത്തരം വിഷയങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതല്ലേ, റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ, നമ്മളും ഇഷ്ടപ്പെടുക. അതാണ് അതിൻ്റെ ആകത്തുക. ബിസ്മില്ലാഹി കുലൂ, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഭക്ഷിക്കണേ. നിഅമത്തുആമി അസ്സബീബു യശുദ്ദുൽ അസ്ബ വയുദ്ഹിബുൽ വസ്വബ വയുത്ഫിഉൽ ഗളബ വയുർളിർ റബ്ബ വയുതയ്യിബുൻ നക്ഹ വയുദ്ഹിബുൽ ബൽഗമ വയുസഫിൽ ലൗൻ. കുറെ ക്രീമൊക്കെ വാരിത്തേച്ച് പൈസ കളയേണ്ട. ഉണക്കമുന്തിരി കഴിച്ചാൽ യുസഫിൽ ലൗൻ, തൊലിക്കൊക്കെ നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാവും. യുദ്ഹിബുൽ ബൽഗമ, കഫവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും. യുതയ്യിബുൻ നക്ഹ, മനുഷ്യന്റെ ഗന്ധം നന്നാകുവാനും. വയുർളിർ റബ്ബ, അല്ലാഹുവിന് തൃപ്തിയുള്ള ഭക്ഷണവുമാണ്. യുത്ഫിഉൽ ഗളബ, ദേശക്കാര് പ്രഷറൊക്കെ ഉണ്ടാകുമ്പോൾ ദേഷ്യം കൂടെ ഓലൊക്കെ ഉണക്കമുന്തിരി നന്നായി കഴിച്ചോളൂ, സബീബ് കഴിച്ചേക്കണം. യുത്ഫിഉൽ ഗളബ, ദേശത്തെ അത് ഊതിക്കെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിബ്ബുൻ നബവി ഉണ്ടല്ലോ, നബി തങ്ങളുടെ പ്രൊഫറ്റിക് മെഡിസിൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ച മരുന്നുകൾ. തിബ്ബുൻ നബവി, ബഹുമാനപ്പെട്ട ഇബ്നുൽ ഖയ്യിം അൽ ജൗസി കിതാബിൽ എഴുതിയിട്ടുണ്ട്. തിബ്ബുൻ നബവി, അല്ലാഹുവിന്റെ റസൂലിന്റെ ചികിത്സ എന്ന് പറഞ്ഞ് ഒരുപിടി സാധനങ്ങൾ ഷിഫാഇന്റെ കാരണമായത്. ഉണക്കമുന്തിരി, അത്രയും മുന്തിരി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മിൻ ജന്നാതിൻ വഅനാബ്, പക്ഷേ മുന്തിരിയിൽ നിന്ന് മനുഷ്യൻ കള്ളുണ്ടാക്കാൻ തുടങ്ങി. അതവിടെ വിഷയം ഉണ്ടായത്. ومن ثمرات النخيل والعناب تتخذون منه سكرا ورزقا حسنا.
നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവരും ചീത്ത ഭക്ഷണം ഉണ്ടാക്കുന്നവരുമുണ്ട്. വമിൻ തമറാത്തിൻ നഖീലി വൽ അനാബ്, ഈത്തപ്പനയുടെ പഴത്തിൽ നിന്ന്, വമിനൽ വൽ അനാബി, മുന്തിരിയിൽ നിന്നും, തത്തഖിദൂന മിൻഹു സഖറൻ, മനുഷ്യന്റെ ബുദ്ധിയെ മയക്കിക്കിടത്തുന്ന സഖർ വരുത്തുന്ന ഇൻടോക്സിക്കൻസ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. വറിസ്ഖൻ ഹസന, നല്ല ഭക്ഷണവും ഉണ്ടാക്കുന്നവരുണ്ട്. അതോടൊപ്പം സഖർ, മനുഷ്യനെ മയക്കിക്കിടത്തുന്ന മദ്യമുണ്ടാക്കുന്നവരുമുണ്ടല്ലോ. ശുദ്ധ ഖുർആൻ പറയാം. മനുഷ്യന്മാരിങ്ങനെ ഒന്ന് കിട്ടിയ രണ്ട് നിലക്ക് ഉപയോഗിച്ചേക്കും. മനുഷ്യന്റെ പ്രകൃതം അതാണ്. ആദ്യമായി മദ്യം, മുന്തിരിയിൽ നിന്ന്, മുന്തിരിച്ചാറിൽ നിന്ന് ആദ്യമായി മദ്യമുണ്ടാക്കിയത്, അവിചാരിതമായി ഉണ്ടായിപ്പോയത് ജംഷീദ് എന്ന് പറയുന്നൊരു രാജാവിൻ്റെ ചരിത്രമുണ്ട്. യുദ്ധത്തിന് പോകുന്ന വഴിയിൽ അദ്ദേഹം കാട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ മുന്തിരിവള്ളികൾ കാട്ടിൽ കാണാനിടയായപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മുന്തിരിയാന്നറിയില്ല ഇയാൾ വിചാരിച്ചു ഇത് എന്തായിരിക്കണം, വിഷം നൽകുന്ന സാധനമായിരിക്കണം എന്ന് അയാൾ തെറ്റിദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പത്തെ ചരിത്രമാണ്. ഒരു പേർഷ്യൻ രാജാവ്, അയാളുടെ പേര് ജംഷീദ് അൽ മലിക്, ജംഷീദ് എന്ന് പറഞ്ഞ രാജാവ്. അദ്ദേഹത്തിന്റെ ക്രിമിനലുകളായ കുറെ ആളുകൾ നാട്ടിൽ ജയിലിൽ വെച്ച് അവരെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ മുന്തിരി ഇയാൾ വിചാരിച്ചു ഇത് വിഷമാണെന്ന്, വിഷത്തിന്റെ കായായിരിക്കും, തിന്നു നോക്കിയില്ല. അയാൾ വിചാരിച്ചു ഇതെന്റെ ജയിലിലെ ആളുകൾക്ക് ഇത് കൊടുത്താൽ അവർക്ക് വളരെ ഈസി കില്ലിങ്, അവരെ കൊല്ലാൻ പറ്റുമല്ലോ, അത് പറിക്കാൻ വേണ്ടി പറഞ്ഞു. അത് അവർ പറിച്ചെടുത്തു. അങ്ങനെ അവർ റിട്ടേൺ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് തൻ്റെ അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകൾക്ക് നൽകണമെന്ന് തീരുമാനിച്ച് ഒരുപാട് ഈ മുന്തിരിയും കയറ്റിയിട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ മുന്തിരിയുടെ ഓരോന്നും പൊട്ടിപ്പിളർന്നു, അതിൻ്റെ നീരൊലിക്കാൻ തുടങ്ങി. അതിൻ്റെ വെള്ളം അവർ ഒരു പാത്രത്തിലാക്കി വെച്ചു. അതൊന്നും അവർക്കറിയില്ല ഇത് കഴിക്കാൻ പറ്റുന്ന മുന്തിരിയാണെന്ന്. കാട്ടിൽ കണ്ട ഒരു വള്ളിയായിരുന്നു അത്. ഒരുപാട് സമയമെടുക്കുമല്ലോ യാത്ര ചെയ്യാൻ. കൊട്ടാരത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഈ മുന്തിരിച്ചാറ് മദ്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. വധശിക്ഷയ്ക്ക് വിധേയനായ ഒരാളെ കൊണ്ടുവന്നു. അയാളെ കുടിപ്പിച്ചു ഈ മുന്തിരിച്ചാറ്. വളരെ നീരസത്തോടുകൂടി അയാൾ കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ നിർബന്ധിച്ചു കുടിപ്പിച്ചു. അയാൾ ഒരു ദീർഘമായ ഒരു ഉറക്കത്തിലേക്ക് പോയി. ആൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇനിയും എന്നെ കുടിപ്പിക്കൂ എന്ന് പറഞ്ഞു. ഇവിടെ ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾ കുറെ പിന്നെയും കുടിപ്പിച്ചു. ഇയാൾ ആനന്ദം കൊണ്ട് ചാടാൻ തുടങ്ങി. ഓരോരുത്തർക്കും കൊണ്ടുകൊടുത്തപ്പോ ഓരോരുത്തരും പറയാ ഇത് വല്ലാത്തൊരു മൂടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാ ജംഷീദ് രാജാവിന് സംശയം വരുന്നത്. അങ്ങനെയാണ്, ഇങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹം നാടുകളിൽ മുഴുവനും ഇത് വെച്ചുപിടിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വകാനത്തിൽ ഖംറു ഹലാലൻ ഫിൽ ഉമമി സാലിഫ. അതുകൂടെ മനസ്സിലാക്കണം, മുൻ സമുദായങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത ശരീഅത്തുകളിൽ ഖംർ ജായിസായിരുന്നു എന്നാണ്. വകാനത്തിൽ ഖംറു ഹലാലൻ ഫിൽ ഉമമി സാലിഫ. മുമ്പുള്ള സമുദായങ്ങളിൽ അത് ഹലാലായിരുന്നു. ഫഹറമഹല്ലാഹു തആല അലൈനാ, നമുക്കത് അല്ലാഹു ഹറാമാക്കുകയാണ് ഉണ്ടായത്. ലിഅന്നഹാ മിഫ്താഹുൻ ലികുല്ലി ശർറിൻ, എല്ലാ ഷർറുകളുടെയും താക്കോലാണത്. വജാലിബത്തുൻ ലികുല്ലി സൂഇൻ വദർറിൻ, എല്ലാ തിന്മയെയും വിളിച്ചു കൊണ്ടുവരുന്ന സംഗതിയുമാണ്. വമുമീതത്തുൻ ലിൽ ഖൽബി, ഹൃദയത്തെ നശിപ്പിക്കുന്നതും. വമസ്ഖതത്തുൻ ലിറബ്ബി, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളതുമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അതുകൊണ്ട് നമുക്കത് ഹറാമാണ്. മുൻ സമുദായങ്ങളിൽ അത് ഹലാലായിരുന്നു. ഇപ്പോൾ ഇസ്ലാമിന്റെ ശരീഅത്തിനെ സംബന്ധിച്ച് പറയുമ്പോഴേ നമ്മൾ വിചാരിക്കും, എന്നാ പിന്നെ നമുക്കത് ഹലാലാക്കി കൂടായിരുന്നോ? അല്ലേ? അങ്ങനെ ചിന്തിച്ചവരുണ്ടെങ്കിൽ കൈപൊക്കിയെന്ന് ഞാൻ പറയണില്ല, അങ്ങനെ ചിന്തിച്ചൂടെ? പക്ഷെ നമ്മൾ ആലോചിക്കും, മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് അങ്ങനെ, എന്തേ പിന്നെ നമുക്ക് ഇങ്ങനെ ആക്കിയത് പഠിച്ചോൻ? നമ്മളൊരു കുട്ടിയെ സംബന്ധിച്ച് മനസ്സിലാക്കണം. ഒരു കുട്ടിയുടെ ജനനവുമായി ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ നമ്മൾ എങ്ങനെ ഒരു കുഞ്ഞിനോട് പെരുമാറുന്നു, അതുപോലെ ലോക സമൂഹത്തെ കാണുന്ന. ഉദാഹരണം പറയാം, ഒരു 2 വയസ്സുള്ള കുട്ടി ഒരു വസ്ത്രം ഇടാതെ വീട്ടിലൂടെ നടന്നാൽ നമ്മൾ ആ കുട്ടിയെ അടിക്കോ, ദേഷ്യപ്പെടുവോ? ഇല്ല.
1 വയസ്സുള്ള കുട്ടി കിടന്നുറങ്ങുമ്പോൾ അവര് ബെഡിൽ കിടന്ന് ടോയ്ലറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതെടുത്ത് വൃത്തിയാക്കും. ഉമ്മ വല്ലതും ചീത്ത പറയൂ കുഞ്ഞിനെ? ഒന്നും പറയില്ല. കുഞ്ഞിനെ അല്ലാഹുവിൻ്റെ ബെഡ്ഷീറ്റ് കേടൊന്നല്ലോ, എടുത്ത് മാറ്റി കഴുകി. കുഞ്ഞിന് വയസ്സ് 2 അപ്പോഴേക്കും കുഞ്ഞിന് ഒന്ന് മാറ്റിക്കിടത്താനോ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. വയസ്സ് 3 കുഞ്ഞിന് പറഞ്ഞു കൊടുക്കും, ബെഡിൽ കിടന്ന് ടോയ്ലറ്റ് ആക്കല്ലേ, കുഞ്ഞിനത് ടോയ്ലറ്റിന്റെ സൗകര്യങ്ങൾ കാണിച്ചു കൊടുക്കും, ഇവിടെ ടോയ്ലറ്റ് ആക്കേണ്ടത്. ശരി, അതിനിടക്കെങ്ങാനും വല്ല റൂമിലായിപ്പോയാൽ കുഞ്ഞിനെ അടിക്കോ? ചീത്ത പറയില്ല, കുഞ്ഞല്ലേ പോട്ടെ എന്ന് പറയും. 4 വയസ്സായി നിർബന്ധമായും ടോയ്ലറ്റിലേ പോകാവൂ എന്നായി. അപ്പോൾ 5 വയസ്സായി ടോയ്ലറ്റിലല്ലാതെ ഈ പണി പറ്റുകയില്ല എന്നായി. ആ കുട്ടി എങ്ങനെ ബെഡിൽ മൂത്രമൊഴിച്ചാൽ മനഃപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ അടി കിട്ടും അല്ലേ, ശിക്ഷ കിട്ടും. 4-5 വയസ്സുള്ള കുട്ടി വസ്ത്രമിടാതെ വീട്ടിലൂടെ നടന്നു എന്ന് വിചാരിക്കുക, നമ്മളവരെ ശാസിക്കും. 6-7 വയസ്സുള്ള കുട്ടികൾ വസ്ത്രമിടാതെ നടക്കുമോ? നടന്നാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങളത് ചെയ്യരുത് എന്ന് മക്കളെ നമ്മൾ പഠിപ്പിക്കുകയാണ്. 5-6 വയസ്സായിട്ടുള്ള അപ്പോഴേക്കും ഒരാളിന്റെ മുമ്പിൽ നിങ്ങളുടെ ഔറത്ത് കാണിച്ചു കൊടുക്കല്ലേ എന്ന് മക്കളെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു. എത്ര വയസ്സായിട്ടുള്ള കുട്ടിക്ക്? 6 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സിന് കൂട്ടിക്കോളൂ, അല്ലെ അതിന് താഴെ. അങ്ങനെ കുഞ്ഞുങ്ങളുടെ മെന്റൽ മെച്യൂരിറ്റി എത്ര ഉണ്ടോ അതനുസരിച്ചൊക്കെ വയസ്സിനെ കണക്കാക്കാൻ പറ്റും. ചിലർക്ക് വളരെ നേരത്തെ പക്വത വരുന്ന കുട്ടികളുണ്ട്, പറഞ്ഞെടുത്താൽ മനസ്സിലാവും. ഇനി നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ഔറത്ത് കാട്ടി നടക്കരുത്. ആ കാണിക്കരുത് എന്ന് പറഞ്ഞ നിയമം ഇനി എപ്പോഴാണ് നമ്മൾ കുട്ടിയിൽ നിന്ന് എടുത്തു കളയാ? നിനക്കിനി ഔറത്ത് കാണിക്കാം എന്ന് പറയുന്നൊരു ഓപ്ഷൻ എപ്പോഴാണ് വരുന്നത്? ജീവിതത്തിൽ വരുന്നില്ല. കുട്ടിക്ക് 5 ആയി 6 ആയി 10 ആയി 15, നിയമം അതന്നെ, അതേ നിയമം. മരിക്കുന്നത് വരെ നിയമം അതാണ്. പക്ഷെ മരിക്കാനാകുമ്പോൾ നമ്മളൊരു കുട്ടിത്തത്തിലേക്ക് മാറും. അപ്പോൾ വല്യാപ്പാക്ക് ടോയ്ലറ്റ് പോകാൻ പറ്റില്ല, മൂത്രമൊഴിക്കുന്ന ബെഡിലാണ്. നമ്മളാരും വല്യാപ്പാനെ ചീത്ത പറയൂല. ആ കുഞ്ഞിനോട് കാണിച്ച കാരുണ്യം പോലെ ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റി വൃത്തിയാക്കി കൊടുക്കും. എന്തേ? കുഞ്ഞിൻ്റെ അവസ്ഥയിലേക്ക് വാപ്പ മാറിക്കഴിഞ്ഞു. പക്ഷെ ഒരു കുഞ്ഞിനെ നമ്മൾ നിയമമാക്കുന്ന നിയമം ആ കുട്ടിക്കാലം മുതൽ അങ്ങ് തുടങ്ങി യൗവനവും അവൻ്റെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നവരെ നിയമത്തിൽ മാറ്റണ്ടോ? ഇല്ല. ഇനി വരെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമുമായി കൊണ്ടുവന്നു 6-ാം നൂറ്റാണ്ടിലേക്ക്. അതിന്റെ മുമ്പുള്ള സമുദായങ്ങൾ വളർച്ചയിലാണ്. ഒരു കുട്ടിക്ക് നമ്മൾ ഔറത്ത് കാണിച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ലേ? ആ കാലഘട്ടത്തിൽ അവർക്ക് അല്ലാഹു മദ്യം ഹലാലാണെന്ന് പറഞ്ഞു കൊടുത്തത്. സാരമില്ലല്ലോ, കുഴപ്പമില്ല. മനുഷ്യർക്ക് ഇന്റലക്ച്വൽ ഫാക്കൽറ്റി ഏറ്റവും കൂടുതൽ വളർന്നു വന്ന കാലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കാലഘട്ടം. നമ്മൾ പറയും ഏറ്റവും വലിയ നന്മ ബുദ്ധിയുള്ള സമൂഹം എവിടെയായിരുന്നു? ഏറ്റവും വലിയ ബുദ്ധിയുള്ള സമൂഹം എവിടെയാ ജീവിച്ചത്? നമ്മൾ പറയും ഇന്ന് 21-ാം നൂറ്റാണ്ടുകാരാ ബുദ്ധിയുള്ളത്. ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറയുന്നു ഏറ്റവും ബുദ്ധിയുള്ള സമൂഹം ജീവിച്ചത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സ്വഹാബത്തിന്റെ കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ബുദ്ധി ഉപയോഗിച്ചവർ അവരാണ്. എന്തേ കാരണം എന്നറിയോ? സമൂഹത്തിന്റെ നാശമുണ്ടാക്കുന്ന ആറ്റം ബോംബുകൾ അവർ കണ്ടെത്തിയിട്ടില്ല. മനുഷ്യന്മാരെ നശിപ്പിക്കുന്ന സാധനങ്ങൾ, ഡിവൈസുകൾ കണ്ടെത്തിയിട്ടില്ല. മൊബൈൽ ഫോണുകൾ, നമ്മുടെ ടെക്നോളജി എന്തെല്ലാം ഉപകാരങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അതുകൊണ്ടുണ്ടായിത്തീരുന്ന ഉപദ്രവങ്ങൾ ഒരുപാടാണ്. മനുഷ്യന് അഖല എന്ന അറബിയിൽ പറഞ്ഞാൽ റബതഹു, ഒരു സാധനത്തെ പിടിച്ചുകെട്ടുക എന്നാണ്. മനുഷ്യന്റെ ബുദ്ധിയെ തിന്മയിൽ നിന്ന് പിടിച്ചുകെട്ടുന്നതാണ് ബുദ്ധിയെങ്കിൽ തിന്മ ചെയ്യാതെ ജീവിച്ച ഒരു സമൂഹത്തിന്റെ മാതൃക അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ നൂറ്റാണ്ടിലാണ്, 6-ാം നൂറ്റാണ്ടിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഇസ്ലാമിന്റെ നിയമം അള്ളാഹു നടപ്പാക്കി കൊടുത്തിട്ട് പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇസ്ലാം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പൊ ചോദിക്കുകയാണ്, ഇവ എന്താ 21-ാം നൂറ്റാണ്ടിൽ നബി വരാത്തത്? ഇനി നിനക്ക് നിയമത്തിന്റെ ആവശ്യമില്ല. 5 വയസ്സ് പ്രായമായപ്പോ പറഞ്ഞോ ഇനി ഔറത്ത് കാട്ടല്ലേ എന്ന്? ഇനി ഇതാ ലോകം അവസാനിക്കുന്നവരെ കുട്ടി നിന്റെ നിയമം ഇത് തന്നെയാണ്, മാറാൻ പോകുന്നില്ല. അപ്പോ ചരിത്രം വളർന്നു വരികയാണ്. മനുഷ്യ സമുദായങ്ങൾ വളർച്ചയുടെ ഘട്ടത്തിലാണ്. ആ വളർച്ചയിൽ പക്വത വന്നു തുടങ്ങിയ കാലഘട്ടത്തില് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അന്ത്യ റസൂലായിട്ട് പറഞ്ഞയക്കുന്നത്. ഇനി ആ നിയമം മതി. 21-ാം നൂറ്റാണ്ടോ 30-ാം നൂറ്റാണ്ടോ വന്നാലും ഈ നിയമത്തിന് മാറ്റല്ല. എങ്ങനെ? 5 വയസ്സായ കുട്ടിയോട് പറഞ്ഞില്ലേ ടോയ്ലറ്റിൽ തന്നെ പോണെന്ന്, ഇനി ആ കുട്ടിക്ക് റൂമിൽ ഒഴിക്കാൻ പറ്റൂല. വസ്ത്ര ഔറത്ത് കാണിക്കല്ലേ എന്ന് പറഞ്ഞില്ലേ? അത് 20 വയസ്സായാലും നിയമം അത്, 25 വയസ്സായാലും നീ കല്യാണം കഴിച്ചാലും നിന്റെ നിയമം അത് തന്നെ, മരിക്കണവരെ നിയമം അത് തന്നെ. ഇതാണ് പരിശുദ്ധ ഇസ്ലാം. എന്തുകൊണ്ട് ഇനി അപ്ഡേറ്റുകൾ വേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ ഏറ്റവും പക്വതയുള്ള കാലഘട്ടത്തിലാണ് ഈ നിയമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് കൈമാറിയത്. وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون. അപ്പോൾ അവർക്കത് ഹലാലായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ് ഈ ജംഷീദ് രാജാവിന്റെ കഥ എന്ന് പറയുന്നത്. നബിയുടെ കാലത്താണ് നമുക്കറിയില്ല. മുഫസ്സിറുകൾ ഉദ്ധരിച്ചിട്ടുള്ള ചരിത്രമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഖൈറു ഖല്ലിക്കും ഖല്ലു ഖംറിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മദ്യം ഖല്ല് എന്ന്
എന്ന് പറഞ്ഞാൽ വിനെഗർ, സുർക്ക. മദ്യം സുർക്കയായി മാറിയാൽ അതാണ് നിങ്ങളുടെ സുർക്കകളിൽ ഏറ്റവും ഖൈറായതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആർട്ടിഫിഷ്യൽ സുർക്കയേക്കാളൊക്കെ ഏറ്റവും നല്ലത് നമ്മുടെ ഈ ഓർഗാനിക് എന്ന് പറയുന്ന ആ സംഗതിയാണ് ഈ പറയുന്നത്. ഖൈറു ഖല്ലിക്കും ഖല്ലു ഖംറിക്കും. ആ ഖംറിനെ ഒരു ഹലാലായതിലേക്ക് അത് രൂപപ്പെടുമ്പോൾ അത് ഹലാലായി മാറുന്നു, അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതായി മാറുന്നു. അതുകൊണ്ട് മദ്യത്തിൽ നിന്നുണ്ടാകുന്ന സുർക്ക ഹലാലാണ്, ജായിസാണ്. ഇപ്പം ഈ ജീവിജാലങ്ങളുടെ തൊലികൾ നജസാണ്. പക്ഷെ ലെതർ നജസാണോ? അല്ല. തൊലി സ്വഭാവം കൊണ്ട് തൊലി എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഊറക്കിട്ട് കഴിഞ്ഞാൽ ശുദ്ധിയാവുന്ന കിതാബിലൊക്കെ പറയില്ലേ, എന്താ ഊറക്കിടാന്ന്? മുമ്പത്തെ കാലത്ത് ഊറക്കിടാന്ന് പറഞ്ഞാൽ ഉപ്പ് വെച്ചിട്ട് തന്നെ ശുദ്ധീകരിക്കുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ റിഫൈൻ ചെയ്തിട്ട് ഫാക്ടറികൾക്ക് അത് ശുദ്ധിയാക്കാൻ പറ്റും. ഉപ്പ് വെച്ചിട്ട് ശുദ്ധിയാക്കുന്ന ആ ശുദ്ധി കൊണ്ട് തന്നെ ഒരു നജസായ തൊലി ശുദ്ധിയാകുമെങ്കിൽ ഇന്നത്തെ റിഫൈനറികളിൽ എന്തായാലും അത് ഹലാലായിട്ട് നമുക്ക് ശുദ്ധിയായിട്ട് ആണെന്ന് തന്നെ മനസ്സിലാക്കണം എന്നാണ്. അത് നജസായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് നജസല്ല. കള്ള് നജസാണ്, കാരണം അള്ളാഹു ഹറാമാണ്, തിന്നരുത് കുടിക്കരുതെന്ന് ഹറാമാക്കിയ സാധനം നജസാണെന്നാണ് ശരീഅത്തിന്റെ കാഴ്ചപ്പാട്. പക്ഷേ ആ മദ്യം സുർക്കയായി മാറിയാൽ അത് പിന്നെ ഹലാലാണ്. ഖൈറു ഖല്ലിക്കും, നിങ്ങളുടെ സുർക്കകളിൽ നല്ല സുർക്ക മുന്തിരിച്ചാറിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന സുർക്കയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറാമിൽ നിന്ന് ഹലാലിലേക്ക് അതിന് മാറ്റമുണ്ടായി കഴിഞ്ഞു. സ്വല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വ ആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. സുർക്കകൾ ഉണ്ടാകുന്നത് മുന്തിരിച്ചാറിലൂടെയാണെങ്കിൽ മുന്തിരി അതിൻ്റെ അടിസ്ഥാനമായ ഘടകമാണെങ്കിൽ മുന്തിരിയിൽ നിന്നുണ്ടാകുന്ന സുർക്കയെ സംബന്ധിച്ചു പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിഅമൽ ഇദാം, എത്ര നല്ല കറിയാണ് സുർക്ക എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുർക്ക ഉപ്പിലിട്ട് നമ്മൾ മാങ്ങ സുർക്കയിലിട്ട കഥയെക്കുറിച്ചല്ല ഈ പറഞ്ഞത്, വെറും സുർക്ക. ഒരു പാവമായ ഒരു ഉമ്മ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നപ്പോ കാനത്ത്, ആ പെണ്ണ് വിറക്കാൻ തുടങ്ങിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വിറക്കല്ലിൻ, നിങ്ങൾ പേടിക്കണ്ട. ഇന്നമാ അന ബിനു ഇംറഅത്തിൻ കാനത്ത് തഅകുലുൽ ഖദീദ്. ഉണങ്ങിയ റൊട്ടി തിന്നിരുന്ന ഒരു ഉമ്മായുടെ മോനാണ് ഞാൻ, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ വലിയ രാജാവോ എന്തോ വലിയൊരാളാണെന്ന് വിചാരിക്കല്ലിൻ. ഇന്നമാ അന ഇബ്നു ഇംറഅത്തിൻ കാനത്ത് തഅകുലുൽ ഖദീദ്. ഖദീദ് എന്ന് പറഞ്ഞാൽ റൊട്ടിയിൽ ഉണങ്ങിയത്, നമ്മളൊക്കെ എങ്ങനെയെങ്കിലും നനച്ചിട്ട് കഴിക്കേണ്ടി വരും, അങ്ങനത്തെ റൊട്ടിക്കാണ് ഖദീദ് എന്ന് പറയാം. അങ്ങനത്തെ റൊട്ടി തിന്നിരുന്ന ഒരു ഉമ്മാന്റെ മോനാണ് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം ഞങ്ങൾക്കൊരിക്കൽ അവിടുത്തെ വീടിൽ നിന്ന് കിട്ടിയത് ഉണക്ക റൊട്ടിയാണ്. ഇത് ഭയങ്കര ഹാർഡായിരിക്കും. നമ്മൾ ഖുബൂസ് എന്ന് നമ്മൾ പറയാം, ഖുബൂസ് എന്ന് പറയണില്ലല്ലോ, ഖുബൂസായിട്ട് മാറ്റി. നമുക്ക് അറബി പഠിച്ചപ്പോൾ ഖുബൂസ്. ഖുബൂസൊക്കെ എന്തെങ്കിലും ഹാർഡായിട്ട് മാറും. ഏസില്ലേ, വർക്ക് ചെയ്യുന്നില്ലേ? അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ഭക്ഷിക്കാൻ കഴിയില്ല, ക്രഷ് ചെയ്യാൻ പറ്റൂല. ഇല്ലെങ്കിൽ നമ്മൾ ജനലൊക്കെ തുറന്നിടണം, എല്ലാം അടച്ചു കൂട്ടിയിട്ട് നമ്മൾ എ സി ഇടാതിരിക്കരുത്. വരണം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എയർ വരണം. എയർ സർക്കുലേഷൻ ഇല്ലാതിരുന്നാലേ അത് അൺഹെൽത്തിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണക്ക റൊട്ടി കിട്ടിയപ്പോൾ അവിടുന്ന് ചോദിച്ചു, ഹൽമിൻ ഇദാമിൻ, ഇത് നനച്ചു ഒന്ന് കഴിക്കാൻ പറ്റുന്ന പരുവത്തിലാക്കാൻ ഒരു കറിയുണ്ടോ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയുണ്ടോ? അവർ പറഞ്ഞു, നബിയേ കറിയില്ല നബിയേ, മാ ഇൻദനാ ഇദാം, കറികളൊന്നുമില്ല നബിയേ, കറിയൊന്നുമില്ലല്ലോ. ഇല്ലൽ ഖല്ല, സുർക്കയുണ്ട് നബിയേ, വീട്ടിൽ ഒരൽപ്പം സുർക്കയുണ്ട്. ഇതങ്ങൾ പറഞ്ഞു, അത് മതി, ആ സുർക്ക തരിൻ, ഇതൊന്നും നനക്കണ്ടേ, സുർക്ക തരിന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ഉണങ്ങിയ റൊട്ടിയുടെ കഷ്ണങ്ങൾ എടുത്ത് സുർക്കയിൽ മുക്കിയിട്ട് കഴിച്ചുകൊണ്ട് പറഞ്ഞ വാക്കാണ് നിഅമൽ ഇജാമു അൽ ഖല്ലു, എത്ര നല്ല കറിയാണ് സുർക്ക എന്ന് ഉണക്ക റൊട്ടി കഴിച്ചുകൊണ്ടിരിക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എങ്ങനെയാ മുമ്പിനെ നമ്മളൊക്കെ കറിയെ കുറ്റം പറയാം? എങ്ങനെയാ നമ്മൾ ഭക്ഷണത്തെ കുറ്റം പറയാം? നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറും സുർഖയിൽ മുക്കി കുത്തിയിട്ട് പറഞ്ഞു, നിഅമൽ ഇജാമു അൽ ഖല്ലു, എത്ര നല്ല കറിയാണ്, എത്ര നല്ല ഭക്ഷണത്തിന് കൂടെ കഴിക്കാനുള്ള കൂട്ടാനാണ്. അൽ ഇജാമു, ഇദാം കൂടെ കൂട്ടി കഴിക്കാൻ, അല്ല നമ്മുടെ കൂട്ടാൻ എന്ന് പറയാം, കറി എന്ന് പറയാം. ഇദാം ഏറ്റവും നല്ലതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ മഅബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുആമൻ ഖത്തു, ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല നബി തങ്ങൾ. ഇനിസ്തഹാഹു അകലഹു, അവർക്ക് ഇഷ്ടപ്പെട്ടാൽ തങ്ങൾ തിന്നും, വ ഇൻ കരിഹഹു തറകഹു, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തങ്ങൾ തിന്നൂല, പക്ഷെ ഒരിക്കലും കുറ്റം പറയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്തിരി കഴിച്ചിട്ടുണ്ട്, ഹദീസിൽ കാണാൻ പറ്റും. മുന്തിരി അതിൻ്റെ മുന്തിരി കുലയിൽ നിന്ന് കടിച്ചെടുക്കുകയും അതിൻ്റെ നീരുകളിൽ ഒരൽപ്പം, അതിൻ്റെ ഒരു കുരുവും ഒരൽപ്പവും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ താടിയിലേക്ക് വീണിരുന്നു എന്ന് ഹദീസിൽ കാണാൻ പറ്റും. മുന്തിരി അതിൻ്റെ കുലയിൽ നിന്ന് കടിച്ചു തിന്നിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങൾ. സലഫ് സ്വാലിഹീങ്ങൾ, പിൻഗാമികൾ അങ്ങനെ നബിയെ പിൻപറ്റിയിട്ടുണ്ട്. താബിഈങ്ങളിൽ നബി തങ്ങൾക്ക് വാട്ടർമെലൻ, നമ്മുടെ ബത്തക്ക എന്ന് പറയില്ലേ, ബത്തീഖ്, ബത്തക്ക അല്ലെങ്കിൽ വാട്ടർമെലൻ നബി ഞങ്ങൾക്ക് ഇഷ്ടമാണ്, തങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നറിയാം. പക്ഷെ എങ്ങനെയാണ് നബി ബത്തക്ക കഴിച്ചത് എന്ന് രൂപമറിയാത്തതിൻ്റെ പേരിൽ ജീവിതത്തിൽ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ താബിഈങ്ങളുണ്ട്. നബി എങ്ങനെ തിന്നെന്ന് അറിയില്ലല്ലോ, ആ സുന്നത്ത് കിട്ടണില്ലല്ലോ, എനിക്ക് വേണ്ട, കഴിക്കണ്ടെന്നല്ലേ, ഇത് ഹലാലാണ്, നിങ്ങൾ കഴിച്ചോളൂ, ഇതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ സ്വഹാബികൾ അങ്ങനെ, താബിഈങ്ങൾ അങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ട്. മുന്തിരി കഴിച്ചത് നമുക്കറിയാമല്ലോ, പക്ഷേ ബത്തക്ക നബി എങ്ങനെയാണ് കഴിച്ചത്? കോരിക്കഴിച്ചതാണോ, കഷ്ണിച്ചാണോ കഴിച്ചത്? അത് ഹദീസിൽ നിന്ന് ലഭ്യമായിട്ടില്ല. അപ്പം പിന്നെ എനിക്ക് അതിൻ്റെ സുന്നത്ത് അങ്ങനെ കിട്ടൂലല്ലോ, അതുകൊണ്ട് എന്തില്ല, ഞാൻ കഴിക്കണില്ല. അത് ഹുബ്ബാണ്, സ്നേഹമാണ്, അതിലൊന്നും വിചാരിക്കണ്ട. നബി തങ്ങൾ തൊപ്പി ധരിച്ചു, നബി തങ്ങൾ തലയെക്കെട്ട് കെട്ടിയിട്ടുണ്ട്, അത് സുന്നത്തല്ലേ? അതൊക്കെ അറബികളെ വേഷല്ലേ? ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അറിയാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് എന്താണ് ഈ സുന്നത്ത്, എങ്ങനെയായി ഈ സുന്നത്ത് പിൻപറ്റുക എന്ന് പറഞ്ഞത്, എങ്ങനെയാ, എന്തൊക്കെയാണ് ഈ ചര്യകളെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും. ശമാഇൽ തിർമിദി, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേഷവിധാനങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, വകാന യൽബസുൽ ഖലാനിസ, നബി തങ്ങൾ തൊപ്പി ധരിക്കുമായിരുന്നു. ചില സമയങ്ങളിൽ തൊപ്പി ധരിച്ചിട്ടുണ്ട്, തൊപ്പി മാത്രം. ചില സമയങ്ങളിൽ നബി തങ്ങൾ തലപ്പാവ്, യൽബസുൽ അമാമത ഫൗഖൽ ഖലൻസുവതി, നബി തങ്ങൾ തൊപ്പിയുടെ മീതെ തലപ്പാവും കെട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ടാൽ, പിൻപറ്റിയാൽ കൂലി കിട്ടൂലേ? അത്രേ വിഷയമുള്ളൂ. അങ്ങനെയാണെങ്കിൽ മക്കയിൽ ജനിക്കലും മദീനത്ത് മരിക്കലും സുന്നത്താവൂലേ? ആവും, തന്നെ നമ്മൾ പറയാം, ആവും, പറ്റുമെങ്കിൽ അത് ചെയ്തോ. അതുകൊണ്ടാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ മാലിക് ഇമാം, മദീന കണ്ട പ്രഗൽഭനായ ഇമാമല്ലേ, ഇമാമുന മാലിക് ഇബ്നു അനസുൽ മദനി, ഇമാമു ദാരിൽ ഹിജ്റ. ഇമാമു ദാരിൽ ഹിജ്റ എന്ന മഹാൻ ജീവിതത്തിൽ ഒരേ ഒരു ഹജ്ജല്ലാതെ മറ്റൊരു ഹജ്ജ് ചെയ്യാതിരുന്നത് ഒന്നുകൊണ്ടുമല്ല, എൻ്റെ റസൂല് കിടക്കുന്ന മദീന വിട്ട് ഞാൻ പോയാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ സാധിക്കാതെ ഞാൻ വഴിയിൽ വെച്ച് മരിച്ചു പോയാൽ എനിക്ക് മദീനയിൽ കിടക്കാൻ പറ്റില്ലല്ലോ. ആ ഇമാം എന്ന് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നത് മദീനത്തെ ജന്നത്തുൽ ബഖീഇലാണ്. ഇങ്ങനെയൊക്കെ അവർ ചിന്തിച്ചിട്ടില്ലേ? അങ്ങനെ തന്നെ നമ്മൾ ചിന്തി. അതുകൊണ്ട് അത് സുന്നത്താന്ന് പറയാൻ കാരണം, അതുകൊണ്ട് അത് നബിയുടെ ചര്യയാണ്. നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ല, ഇത് വേറെ വിഷയം. നിങ്ങൾക്ക് ഇഷ്ടമല്ല, വേണ്ട, നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അപ് ടു യു. നിർബന്ധമില്ലാത്ത ഒരു വിഷയത്തെ നമ്മൾ ആരും നിർബന്ധിക്കൂല. പക്ഷെ അത് ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തരുത്. ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. എനിക്കിഷ്ടമല്ല, വേണ്ട, ആയിക്കോട്ടെ, നീ കഴിക്കുക, കഴിക്കാതിരിക്കുക, ഇടാതിരിക്കുക, എന്തോ ചെയ്തോ, നീ അവർത്ത് മറിച്ചാൽ മതി, പക്ഷേ നിരുത്സാഹപ്പെടുത്തരുത്. അതുകൊണ്ടാണ് മഹാന്മാരായ സ്വാലിഹീങ്ങളിൽ നബി തങ്ങൾ എങ്ങനെയാണ് ബത്തക്ക കഴിച്ചത് എന്ന് രൂപം അറിയാത്തതിൻ്റെ പേരിൽ എനിക്കത് വേണ്ട എന്ന് വെച്ചത് നബി തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അങ്ങേയറ്റത്തെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. അതുമാത്രമല്ല, നബി മുന്തിരി കഴിച്ചു എന്ന് മാത്രമല്ല സ്വഹാബത്ത് എഴുതി വെക്കുന്നത്, നബി എങ്ങനെ കഴിച്ചു, എങ്ങനെയാണ്, കടിച്ചിട്ടാണോ, പറിച്ചെടുത്ത് വായിക്ക് വെക്കുകയാണോ, കുലയിൽ നിന്ന് കടിച്ചെടുക്കുകയാണോ എന്ന് പോലും ഹദീസിൽ രേഖപ്പെടുത്തി വെച്ചത് പിൻഗാമികൾക്ക് പഠിക്കാനും പിൻപറ്റാനും വേണ്ടിയല്ലേ? അല്ലെങ്കിൽ സ്വഹാബികളോ ഹദീസ് പണ്ഡിതന്മാരോ ഒരർത്ഥവുമില്ലാത്ത കാര്യം രേഖപ്പെടുത്തി വെക്കുവോ? ഇല്ല. നബിതങ്ങൾ മുന്തിരി കൊലയിൽ നിന്ന് കടിച്ചെടുത്ത് നബിതങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നും മുന്തിരിയുടെ ചാറിൽ നിന്ന് ഒരൽപ്പവും അതിൻ്റെ കുരുവിൽ നിന്നൽപ്പവും അവിടുത്തെ പരിശുദ്ധമായ താടിരോമങ്ങളിൽ തങ്ങി നിന്നിട്ടുണ്ടെന്നും ഹദീസുകളിൽ കാണാൻ പറ്റും. വജഅൽനാ ഫീഹാ ജന്നാതിൻ മിൻ നഖീലിൻ വഅനാബ് വഫജ്ജർനാ ഫീഹാ മിനൽ
ഉയൂൻ. നിങ്ങൾക്ക് മുന്തിരിയും ഈത്തപ്പനത്തോട്ടങ്ങളും ഉണ്ടാക്കി തന്നത് അല്ലാഹു ചെയ്ത നിഅമത്തല്ലയോ? നിങ്ങൾക്ക് അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നില്ലേ? വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ. അതുമാത്രമല്ല, ഭൂമിയിൽ നിങ്ങൾക്ക് അല്ലാഹു അരുവികളും പുഴകളും ഒഴുക്കി തന്നതും അല്ലാഹു ചെയ്ത വലിയ നിഅമത്തല്ലയോ? ഒരു പുഴ പോലുമില്ലാത്ത മക്കയിലും മദീനയിലുമാണ് ആയത്തിറങ്ങുന്നത്, മനസ്സിലാക്കണം. ഒരു പുഴ പോലും ഇല്ലാത്തിടത്ത്, ഗൾഫ് രാജ്യത്തിൽ എവിടെയാ പുഴ ഉള്ളത്? ശുദ്ധജലം ഒഴുകുന്ന പുഴ എവിടെയെങ്കിലും ഉണ്ടോ? ജസീറത്തുൽ അറബിൽ എവിടെയുമില്ല. കിട്ടണമെങ്കിൽ ഷത്തുൽ അറബിലേക്ക് പോകണം, കുവൈറ്റിന്റെ ബാക്കിലേക്ക്, ഇറാഖിലേക്ക് പോകണം, ടൈഗ്രീസും യൂഫ്രട്ടീസും കൂടിച്ചേരുന്ന ഭാഗത്ത്. എന്നിട്ട് പോലും നിങ്ങൾക്ക് അല്ലാഹു തആല മനോഹരമായ സ്പ്രിങ്ങുകൾ, മനോഹരമായ തോട്ടങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തന്നുവല്ലോ. മാഷാ അല്ലാഹ്, ഇത് അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്തല്ലയോ? വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ. വെള്ളം ഒഴുകണമെങ്കിൽ ഉയർന്ന സ്ഥലത്തിന് ഒഴുകാൻ പറ്റൂ അല്ലേ? വെള്ളം വാട്ടർഫാളുകൾ നമ്മൾ കാണില്ലേ? മേലെന്ന് താഴേക്കാണ് ഒഴുകുക, മേലെന്ന് താഴേക്ക്. ഇത് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതമാണെന്നാ പറയാം. ഏറ്റവും വലിയ അത്ഭുതമാണ്. കാരണം ഭൂമിയുടെ മേലോട്ട് എങ്ങനെയാ വെള്ളം കയറിപ്പോയത്? എങ്ങനെയാ വെള്ളം കയറിപ്പോയത്? ഭൂമിയുടെ അടിയിൽ നിന്ന് മേലോട്ട്. കുന്നിൻപുറത്തുള്ള തെങ്ങിൻ നമ്മുടെ ഒരു കിണറിന്റെ ആഴം വെള്ളം കിട്ടണമെങ്കിൽ 30 മീറ്റർ സങ്കല്പിക്കുക. അതേ കുന്നിന്റെ താഴ്ചരിവിൽ വന്നാൽ അവിടെയും 30 മീറ്ററിൽ വെള്ളം കിട്ടും. എന്നാ പിന്നെ മേലോട്ട് വെള്ളമാണെങ്കിൽ മിനിമം ഈ ഹൈറ്റിനനുസരിച്ച് ആഴം താഴെ പോണ്ടേ? വേണ്ട. ഇതല്ലാഹു ചെയ്ത മഹാത്ഭുതമല്ലയോ? വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ. നമ്മുടെ നാട്ടിലൊക്കെ ഓരോ കിണറ്റിലും വെള്ളം കാണുന്നത് അല്ലാഹു ചെയ്ത വലിയ അത്ഭുതമല്ലേ? ഓരോ വീടിന് കിണറാ. ഇങ്ങനെയൊക്കെ ഉണ്ടോ? അറബ് രാജ്യത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒക്കെ സെൻട്രലൈസ്ഡ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ ഓരോരുത്തരുടെ വീട്ടിലും അവരവരുടെ ഒരു ഫാക്ടറി പോലെ വെള്ളം എടുക്കുന്നു, സ്റ്റോർ ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. സ്വന്തം പറമ്പിലെ, സ്വന്തം വീടിൻ്റെ മുമ്പിലെ വെള്ളം. ഇപ്പം ശ്രദ്ധിക്കണം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കിണർ കുഴിക്കുമ്പോഴേ തൊട്ടടുത്ത ആളുടെ ടോയ്ലറ്റിൻ്റെ കുഴിൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോയി കുഴിക്കല്ലേ. പിന്നെ നമ്മുടെ കിഡ്നിയുടെ അസുഖം മാറാൻ പോകുന്നില്ല. പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം. അത് കണ്ടാമിനേറ്റഡ് അല്ല, അണുബാധയുള്ളതല്ലെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് അല്ലാഹു തആല ഒരുപാട് അരുവികൾ ഒരുക്കി തന്നിട്ടുണ്ടല്ലോ. എത്രയോ അരുവികൾ. നമ്മൾ ഓരോ ഓവുപാലത്തിന്റെ മേലെ കടന്നു പോകുമ്പോഴും നമ്മുടെ ഹൈവേകളിലോ റോഡുകളിലോ പുഴകളില്ലാത്ത, അരുവികളില്ലാത്ത റോഡുകളുണ്ടോ നമ്മുടെ നാടുകളിൽ? ഈ അരുവികളൊക്കെ നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം ഒഴുക്കി തന്നത് ഞാൻ നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളല്ലയോ എന്ന് അല്ലാഹു ചോദിക്കുന്നത്. ഒരൊറ്റ സ്ട്രീം പോലും, ഒരു ശുദ്ധവെള്ളത്തിന്റെ അരുവിയോ പുഴയോ ഇല്ലാത്ത പരിശുദ്ധമായ മക്കയിലാണ് സൂറത്തു യാസീനിലൂടെ അല്ലാഹു തആല ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. മക്കക്കാരോട് പറയണമെങ്കിൽ കല്ലുകളും പർവ്വതങ്ങളും പറഞ്ഞാൽ പോരെ? അവർക്ക് വെള്ളം കണ്ടിട്ടില്ലല്ലോ, ഒഴുകുന്ന പുഴ അവർ കണ്ടിട്ടില്ലല്ലോ, അവർ കണ്ടില്ലല്ലോ. അവർ യാത്ര ചെയ്യുന്നത് സിറിയയിലേക്കാണ്. സിറിയയിലെത്തുന്നവരെ ഒരു പുഴയുമില്ല. യമനിലേക്ക് താഴെ വരും, അവിടെയും പുഴയില്ല. പുഴ കിട്ടണമെങ്കിൽ കുവൈറ്റും കടന്ന് മേലെ കടക്കണം. ഇറാഖിന്റെ അപ്പുറത്തേക്ക് കടന്നാലേ അവിടെ പുഴ കിട്ടൂ. ടൈഗ്രീസും യൂഫ്രട്ടീസും കിട്ടണമെങ്കിൽ അങ്ങോട്ട് പോകണം. അല്ലെങ്കിൽ ആഫ്രിക്കൻ കോണ്ടിനെന്റിലേക്ക് താഴേക്ക് പോകണം, ഈജിപ്തിലേക്കോ സുഡാനിലേക്കോ കടന്നു പോകണം. അവിടെ ഒന്നും അല്ല മക്കക്കാർ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് പരിശുദ്ധ മക്കയിലായിരിക്കെ ഇറങ്ങിയ സൂറത്താണ് സൂറത്തു യാസീൻ. മക്കയിൽ ഇറങ്ങിയ സൂറത്ത്. വഫജ്ജർനാ ഫീഹാ മിനൽ ഉയൂൻ. അവരാരും ചോദിച്ചിട്ടില്ല, പടച്ചോനെ എവിടെ ഈ പുഴക്കെ? ഞങ്ങൾ ഒന്നും കണ്ടിട്ടില്ലല്ലോ പടച്ചോനെ, ഒരു പുഴ ഞങ്ങൾക്ക് തന്നെങ്കിൽ ഇതിനർത്ഥം ഉണ്ടായിരുന്നല്ലോ. ഇത് സ്വഹാബികൾ ചോദിച്ചിട്ടില്ല. അവർക്കറിയാം ഈ ഖുർആൻ ഞങ്ങൾക്ക് മാത്രമുള്ളതല്ല. ഒരുപാട് പുഴകളുള്ള രാജ്യക്കാർ ഖുർആൻ ഓതിയേക്കും. എത്രയോ മനോഹരമായ പുഴകളും പർവ്വതങ്ങളുമുള്ള രാജ്യക്കാർക്ക് അള്ളാന്റെ കലാമ് വേണ്ടേ? അവർക്കൊക്കെ ആവശ്യമായതെല്ലാം പരിശുദ്ധ വചനങ്ങളിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. കേരളത്തിൽ നിന്നൊക്കെ വരും നമ്മളൊക്കെ എത്ര അള്ളാഹ് ആസ്വദിക്കണം. പുഴ കാണുമ്പോൾ, അരുവികൾ കാണുമ്പോൾ, സ്ട്രീമുകൾ കാണുമ്പോൾ, വെള്ളച്ചാട്ടങ്ങൾ. എങ്ങനെയാണ് മില്യൺ കണക്കിന് ഗാലൻ വെള്ളങ്ങളാണ് ഒരു വർഷത്തിൽ ഒരു വാട്ടർഫാളിലൂടെ. നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാലോ, നമ്മുടെ എൻ്റെ നാടിൻ്റെ അടുത്തുണ്ട് നിലമ്പൂർ ആട്യൻപാറ വാട്ടർഫാൾ. ഇനി അങ്ങോട്ട് എത്രയോ, നമ്മുടെ വയനാട് തന്നെ എത്ര വലിയ അത്ഭുതമാണ് വയനാട്. കോഴിക്കോട് ഞങ്ങളുടെ ചുരം കയറി, താമരശ്ശേരി ചുരം കയറി എത്തുമ്പോഴേക്കും 2000-ലേറെ സ്ക്വയർ ഫീറ്റ് ഹൈറ്റിലായി. വയനാട്ടിലൂടെ ഉണ്ട് തോന്നുന്നു. എത്ര സ്ക്വയർ ഫീറ്റ് ഹൈറ്റിലാണ് നമ്മുടെ മേപ്പാടേക്ക് നിൽക്കുന്നത്? പടികാരില്ലേ? 2000 സ്ക്വയർ ഫീറ്റ് മിനിമം വേണം.
അവിടെ ചെന്നാലും 3 മീറ്റർ താഴെ വെള്ളമുണ്ട്. അവിടെയല്ലേ പൂക്കോട് തടാകല്ലേ. എത്ര ഹൈറ്റിലാണ് വയനാട് ചുരം കയറുന്നത്? ചുരം കയറിയിട്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ടോ? ഇല്ല. പിന്നെ മൈസൂർ വരെ ഒരൊറ്റ പോക്ക് തന്നെ, ഇറക്കല്ലല്ലോ. ആ കയറിയത് ഇറങ്ങുന്നുണ്ടോ? ഇല്ല. പക്ഷെ അവിടെയും വെള്ളമുണ്ട്, അവിടെയും കിണറുണ്ട്. അത്രയും ഹൈറ്റിന്റെ മുകളിലും അല്ലാഹു നിങ്ങൾക്ക് ജലാശയങ്ങൾ തന്നിട്ടില്ലേ? എവിടെയാണ് ഈ ഹൈറ്റിൽ നിന്ന് വെള്ളം, എങ്ങനെ വെള്ളം കയറിപ്പോകുന്നു? ഇത് അത്ഭുതമല്ലേ? കാരണം പർവ്വതങ്ങളിലൂടെയാണ് വലിയ വലിയ മഹാനദികളുടെ തുടക്കം. അങ്ങനെയാണ് നൈലടക്കമുള്ള നദികൾ. വിക്ടോറിയ തടാകം എന്ന് പറഞ്ഞ ഉഗാണ്ടയിൽ കിടക്കുന്ന തടാകമല്ലേ? ഏതോ മലയുടെ മുകളിൽ, വിക്ടോറിയ കുന്നുകിന്റെ മുകളിൽ നിന്ന് ഈജിപ്തിലൂടെ ഒഴുകുന്ന ലോകത്തെ ഏറ്റവും നീളമുള്ള മഹാനദി ഒഴുകുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ ഇതിന്റെ മുകളിൽ ഈ കോടിക്കണക്കിന് ഗാലൻ വെള്ളം എങ്ങനെ അല്ലാഹു സ്റ്റോർ ചെയ്തു വെച്ചു? ഇത് വലിയൊരു അത്ഭുതമാണ്. താഴെ കിടക്കുന്ന വെള്ളത്തെ കുന്നിന്റെ മുകളിലേക്ക് കൊണ്ടുപോവുകയും അത് നിങ്ങൾക്ക് അരുവികളായി വെള്ളച്ചാട്ടമായി ഒരുക്കി തരികയും, അങ്ങനെ ഭൂമിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ ഞാൻ നിങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങളല്ലയോ എന്ന് അല്ലാഹു ചോദിക്കുന്നു. وجعلنا فيها جنات من نخيل وعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم. എന്തിനാണ് അല്ലാഹു ഇതൊക്കെ ചെയ്തെന്നറിയോ? ലിയഅകുലൂ മിൻ സമരിഹി. ഈ മണ്ണും വെള്ളവും വെളിച്ചവും എല്ലാം കൂടിച്ചേർന്ന് നിങ്ങൾക്ക് ചെടികളിൽ നിന്ന് പഴവർഗ്ഗങ്ങൾ ലഭിക്കാൻ വേണ്ടി. ലിയഅകുലൂ, നിങ്ങൾ തിന്നോളൂ. മിൻ സമരിഹി, അല്ലാഹു തരുന്ന ഭക്ഷണം. സമരിഹി, ആരുടേതാ ഭക്ഷണം? ഫ്രൂട്ട് ആരുടേതാ? അല്ലാഹുവിൻ്റേത്. സമർ, ഫ്രൂട്ട്. ഹി, അവന്റെ. അല്ലാഹു തന്ന പഴമാണ്. അല്ലാഹു തന്ന പഴല്ലേ? നമ്മൾ ഫ്രൂട്ട്സൊക്കെ റമദാൻ മാസത്തിലേ നമ്മൾ ഫ്രൂട്ട് കഴിക്കാറുള്ളൂ അല്ലേ? റമദാനിലേ നമ്മൾ കഴിക്കുള്ളൂ എന്നപ്പോൾ കേട്ടത്. വാങ്ങാൻ കഴിവുള്ളവരൊക്കെ വാങ്ങി കഴിച്ചേക്കണം. കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുകയും ചെയ്തേക്കണം. അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. കുലൂ മിൻ സമരിഹി. നമ്മൾ പൈസ ഉണ്ടാക്കണം, ആകെ പേരുണ്ടാക്കാനാണ്. ചോറും കഴിക്കൂല, ഭക്ഷണം കഴിക്കൂല. പുരപ്പണി തീർന്നിട്ടുണ്ടേന്ന്. ഇന്റർലോക്ക് തീരണമെങ്കിൽ വരെ 4 കൊല്ലം. സുബ്ഹാനല്ലാഹ്. പൈസ ഉണ്ടാക്കിയത് മുഴുവൻ അതിനാ. ഇവിടെ നമ്മൾ മത്തി 4 കഷ്ണാക്കിയിട്ട് 1 കഷ്ണം മതിട്ടോ, നാട്ടിലെ അയക്കോറ നീട്ടി പൊരിച്ച് കഴിക്കുക. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പൊന്നാര മുഅ്മിനെ, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലദി അഖ്റജ ലിഇബാദിഹി. നിങ്ങൾക്ക് അല്ലാഹു ഹലാലാണെന്ന് പറഞ്ഞ് എന്തിനാ വേണ്ടെന്ന് വെക്കണത്? വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. ലിയഅകുലൂ മിൻ സമരിഹി, അല്ലാഹു തന്ന ഫ്രൂട്ട് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി തന്നെ, അത് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ അല്ലാഹു സംവിധാനിച്ചത്. ലിയഅകുലൂ മിൻ സമരി. അതുമാത്രമല്ല, വമാ അമിലതുഹു ഐദീഹിം, നിങ്ങളുടെ അധ്വാനവും അല്ലാഹു പരിഗണിച്ചു. നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾ അധ്വാനിച്ചതിൻ്റെയും ഫലം നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി. അതല്ലാഹു പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരുപാട് കർഷകരെ അല്ലാഹു അവഗണിച്ചു എന്ന് വന്നേക്കും. കർഷകർ അധ്വാനിക്കണ്ടല്ലോ. അങ്ങനെ നെല്ല് അങ്ങനെ മുളച്ചതല്ലല്ലോ. കർഷകരുടെ അധ്വാനമുണ്ട് അവിടെ. ഫ്രൂട്ടുകൾ ഫാം ചെയ്യുന്ന എത്രയോ കർഷകരുണ്ട്. തോട്ടങ്ങൾ ഫാം ചെയ്തെടുക്കാൻ, കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ. അങ്ങനെ അഗ്രികൾച്ചറുമായി ബന്ധമുള്ള എത്രയോ ആളുകളുടെ അധ്വാനത്തെ മുഴുവനും പരിഗണിച്ചുകൊണ്ട് അള്ളാഹു ഒരു സെന്റൻസ് കൂടെ പറഞ്ഞവിടെ, വമാ അമിലതുഹു ഐദീഹിം, നിങ്ങളുടെ കരങ്ങൾ ചെയ്തതിൽ നിന്നും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി. നിങ്ങൾ ചെയ്യുന്ന കൾട്ടിവേഷൻ, നിങ്ങൾ ചെയ്യുന്ന ഫാമിംഗ്, അതിൽ നിന്നുണ്ടാകുന്ന പഴമുണ്ട്. നിങ്ങളൊന്നും അറിയാതെ അള്ളാഹുവിൻ്റെ റെയിൻ ഫോറസ്റ്റുകളിൽ നിന്നും, അള്ളാഹുവിൻ്റെ സംവിധാനങ്ങൾ മാത്രം, മനുഷ്യൻ ഒന്നും ഇടപെടാതെ നിങ്ങൾക്ക് തരുന്ന പഴവർഗ്ഗങ്ങളുമുണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇതൊക്കെ പടച്ചത് എന്ന് പറഞ്ഞ് അള്ളാഹു ഒരു കാര്യം കൂടെ ചോദിക്കുന്നു. അഫലാ യഷ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യുന്നില്ലേ? അവരെന്താ നന്ദി ചെയ്യാത്തത്? സുബ്ഹാനല്ലാഹ്. ഓരോ പഴവും ജീവനുള്ള സാധനങ്ങൾ, അതിൻ്റെ സെല്ലുകൾ, അത് ഉള്ളിൽ കിടക്കുന്ന കോശങ്ങൾ ജീവന്റെ അംശങ്ങളാണ്. നിങ്ങൾക്ക് ജീവനുണ്ടല്ലോ, ഉണങ്ങിയതല്ലല്ലോ നമ്മൾ തിന്നുന്നത്. ജീവനുണ്ട്, പച്ചയിൽ ജീവനുള്ള സംഗതികൾ, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം. ഇങ്ങനെ ഒരു ഓറഞ്ച് കളർ അവിടെ വരണമെങ്കിൽ എന്ത് പെയിൻ്റാണ് അവിടെ ഉപയോഗിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുള്ളത്? എന്തൊരു മനോഹരമാണ് ഓരോന്നിൻ്റെയും സൃഷ്ടിപ്പ്, ഓരോന്നിൻ്റെയും രൂപം, അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ കുരുവുകൾ, അതിൻ്റെ തൊലിപ്പുറങ്ങൾ, അതിൻ്റെ അകത്തുള്ള ടേസ്റ്റുകൾ. നമ്മൾ ഇത് ടേസ്റ്റ് ഇല്ല, അത് തീരെ പോരാ. ഓരോന്നും എല്ലാം ഒരേ ടേസ്റ്റ് ആണെങ്കിൽ നമുക്ക് നല്ല ഇഷ്ടപ്പെടുമോ? കുറച്ച് പുളിയും ചമർപ്പും, കുറച്ച് വെറും മധുരവും വെറും പുളിയും, ഇതൊക്കെ പലർക്കും പല രുചികളും ആവശ്യമല്ലേ? അതൊക്കെ അള്ളാഹു വെച്ചെന്നിരിക്കുക. ചിലർക്ക് വെറും മധുരമുള്ള ആപ്പിൾ പോരാ, ഒരു ഗ്രീൻ ആപ്പിൾ ആയിക്കോട്ടെ, കുറച്ച് പുളിയുള്ള ആപ്പിൾ എനിക്ക് പുളിയില്ല ആപ്പിൾ.
അതും അല്ലാഹു തന്നില്ലേ. അഫലാ യഷ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യുന്നില്ലയോ? അവരെന്താണ് എനിക്ക് ശുക്ർ ചെയ്യാത്തത്? ഇന്നല്ലാഹ ലയുഹിബ്ബുൽ അക്ല, നിങ്ങൾ തിന്നുന്നതും കുടിക്കുന്നതും അല്ലാഹുവിന് ഇഷ്ടമാണ്. നിങ്ങൾ ബിസ്മി ചൊല്ലി തിന്നുകയും അൽഹംദു ചൊല്ലി അവസാനിപ്പിക്കുകയും ചെയ്താൽ. അഫലാ യഷ്കുറൂൻ, നിങ്ങൾ എന്താ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നില്ലേ, ശുക്ർ ചെയ്യുന്നില്ലേ? ഈമാൻ എന്ന് പറഞ്ഞത് രണ്ട് പാതിയാണ്. ഒന്ന് നിസ്ഫുൻ സബ്റുൻ വ നിസ്ഫുൻ ശുക്റുൻ. ഈമാൻ മനുഷ്യന്റെ മനസ്സിലുള്ള വിശ്വാസം, അല്ലാഹുവിലുള്ള വിശ്വാസം രണ്ട് പാതിയാണ്. ഒരു പകുതി ക്ഷമ, മറ്റൊരു പകുതി അല്ലാഹുവിനെ സ്തുതി ചെയ്യുക. ഈ രണ്ടും കൂടി ചേർന്നാലേ ജീവിച്ചു പോകാൻ പറ്റൂ. കാരണം ജീവിതത്തിൽ നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്, നമ്മൾ ഇഷ്ടപ്പെടാത്തതുണ്ട്. നമ്മൾ ഇഷ്ടപ്പെടാത്തതിനെ ക്ഷമിക്കുകയും നമുക്ക് അല്ലാഹു തരുന്ന നിഅമത്തുകൾ എന്ത് ഇഷ്ടപ്പെടണമെന്നാ, പക്ഷെ നമ്മുടെ പ്രത്യക്ഷത്തിൽ പറയാം, നമുക്ക് അല്ലാഹു തരുന്ന അനുഗ്രഹത്തിന് ശുക്റും നന്ദിയും അല്ലാഹു തരുന്ന പരീക്ഷണങ്ങൾക്ക് ക്ഷമയുമാണെങ്കിൽ ഒരു മനുഷ്യന്റെ ഈമാൻ അവിടെ പരിപൂർണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഈമാനു നിസ്ഫാനി, ഈമാൻ രണ്ട് കഷ്ണങ്ങളാണ്. നിസ്ഫുൻ സബ്റുൻ, ഒരു പകുതി ക്ഷമയാണ്. വ നിസ്ഫുൻ ശുക്റുൻ, ഒരു പകുതി ശുക്റാണ്, നന്ദിയാണ്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുക പരിശുദ്ധ കലാം സൂറത്തുൻ നിസാ, മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വ ആമൻതും വ കാനല്ലാഹു ശാകിറൻ അലീമാ. നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കൂല. നന്ദി ചെയ്യുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കൂല. മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും, നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ അല്ലാഹു നിങ്ങളെ എന്ത് ശിക്ഷിക്കാനാണ്? നോക്കണം. മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വ ആമൻതും, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും നന്ദിയുമുള്ളവരാണെങ്കിൽ അല്ലാഹു നിങ്ങളെ എങ്ങനെ ശിക്ഷിക്കുവാനാണ്? എല്ലാ വേദനയും ശിക്ഷ എന്ന് പറയാൻ പറ്റുമോ? നമ്മളിപ്പോൾ ശരിക്കും നന്ദി ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ വേദന വന്നു, പരീക്ഷണം വന്നു, അള്ളാഹ് ശിക്ഷിക്കുകയാണെന്നല്ല അതിൻ്റെ അർത്ഥം. ഡോക്ടർ വെക്കുന്ന സൂചിക്ക് വേദന ഉണ്ട്, വേറൊരാൾ സൂചി കൊണ്ട് കുത്തിയാലും വേദന ഉണ്ട്. ഡോക്ടറെ നമ്മൾ ആക്രമിക്കുമോ? എന്നെ കുത്തി എന്ന് പറഞ്ഞിട്ട് ഇല്ല. ഡോക്ടർക്കൊന്ന് പകരം കൊടുക്കണം എന്നങ്ങനെ പറയുമോ? അങ്ങനെയൊന്നും ചെയ്യൂല. എന്തെന്നറിയോ? ആ വേദന എനിക്ക് ഉപകരിക്കാൻ വേണ്ടി ചെയ്തതാ. അന്ന് ആ സൂചി കുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് അസുഖം വന്ന് ഞാൻ മരിച്ചുപോയേനെ. അപ്പൊ ആ സൂചിയുടെ വേദനയ്ക്ക് വേദനിച്ചിട്ടുണ്ട്, പക്ഷേ അതെന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അള്ളാഹു ജീവിതത്തിൽ പരീക്ഷണം തന്നു, നിങ്ങൾ അള്ളാഹ് പറഞ്ഞ പോലെ ജീവിക്കുന്ന ആളാ. ആ പരീക്ഷണം അള്ളാഹുവിന്റെ ഇഷ്ടമാണ്. പക്ഷേ അല്ലാതെ നടക്കുന്ന പരീക്ഷണം, നമ്മൾ വഴിതെറ്റി നടക്കാൻ, അവിടെ വരുന്ന പരീക്ഷണം അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഇടപെടലുകളാണ്. മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും അഫലാ യഷ്കുറൂൻ, നന്ദി ചെയ്യുന്നില്ലേ? നമുക്ക് നന്ദി ചെയ്യുന്നവരാവണം. അള്ളാഹു നമ്മെ ശാക്കിരീങ്ങളിൽ ചേർക്കുമാറാകട്ടെ. ഖലീലും മിൻ ഇബാദിയ ശകൂർ, അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അവർ കുറച്ചേ ഉള്ളൂ നന്ദി ചെയ്യുന്ന ആളുകൾ. നന്ദി ചെയ്യുന്ന ആൾക്കാർ വളരെ കുറച്ചുള്ളൂ. ആ കുറച്ചിൽ നമ്മൾ കേരളക്കാർ വിട്ടിട്ടുണ്ടോ എന്നാ എൻ്റെ ബേജാറ് അല്ലേ? നമ്മൾ നന്ദി എന്ന് പറയുന്ന സംഭവമേ ഇല്ലല്ലോ. ഇപ്പോൾ ഒരാൾ വീണുപോയി, ഒരു സാധനം, ഒരാൾ പേഴ്സ് വീണ്, അങ്ങനെ പോവാണ് എടുത്തത്, ഇതേ ഞങ്ങളെ പേഴ്സ്, ഒരു നന്ദിന്നോ വളരെ ഉപകാരമായിട്ടോ പൊന്നു സഹോദരാന്നോ ഒന്നും ഉണ്ടാകും. ഓനിക്ക് ചെയ്തിട്ടുണ്ട് തന്നെയല്ലേ, ഞാൻ പോയി മാത്രം ഉണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ഏത് ചെറുതിനും വലുതിനും നന്ദി പറയേണ്ട ആൾക്കാരാണ് നമ്മൾ. നമ്മുടെ നാവുന്നത് വരുന്നില്ല, അതാണ് വിഷയം. നന്ദി ചെയ്യണം. വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യണേ, നന്ദി കേട് ചെയ്യല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, റബ്ബി അഇന്നി വലാ തുഇൻ അലയ്യ, അല്ലാഹുവേ എന്നെ സഹായിക്കണം, എനിക്കെതിരായി നീ സഹായിക്കരുത് റബ്ബേ. വൻസുർനി, എനിക്ക് നീ സഹായം തരണം. വലാ തൻസുർ അലയ്യ, എനിക്ക് ഉപദ്രവമാകുന്ന രീതിയിലാകല്ല റബ്ബേ. വംകുർലി വലാ തംകുർ അലയ്യ, എനിക്ക് വേണ്ടി നീ ഇടപെടണം റബ്ബേ, അതെനിക്ക് ഉപദ്രവമാവരുത്. വഹ്ദിനി വയസ്സിറിൽ ഹുദാലി, എനിക്ക് സന്മാർഗം തരണമേ, ആ സന്മാർഗം എനിക്ക് എളുപ്പമാക്കി തരണമേ. വൻസുർനി അലാ മൻ ബഗാ അലയ്യ, എനിക്ക് ആരെല്ലാം ഉപദ്രവം ചെയ്തിട്ടുണ്ടോ അവർക്കെതിരിൽ നീ എന്നെ സഹായിക്കണം പടച്ചവനെ. റബ്ബി ജഅൽനീ ലക ശക്കാറാ, അതാണ് റബ്ബി ജഅൽനീ ലക ശക്കാറാ, നിനക്ക് ഒരുപാട് ശുക്ർ ചെയ്യുന്ന ആളാക്കി തരണേ. റബ്ബി ജഅൽനീ, എന്നെ ആക്കി തരണേ റബ്ബേ. ഷാക്കിറൻ, നന്ദി അതല്ല, ശക്കാറൻ, ഫാഇലൻ ഫആലൻ, ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ അധ്വാനിച്ച് ചെയ്യാനാണ്. ശുക്ർ നമ്മുടെ നാവ് കൊണ്ടുവരും, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരും, നമ്മുടെ ഇബാദത്ത് കൊണ്ട്, ഇതൊക്കെ ശുക്റാണ്.
നമ്മൾ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നത് ശുക്രിൽപ്പെടും അല്ലേ? നമ്മൾ നാവ് കൊണ്ട് പറയാം അൽഹംദുലില്ലാ, അള്ളാഹു ചെയ്ത നിഅമത്താണ്, അങ്ങനെ പറയാം. നമ്മൾ വീട് കൂടിയിരിക്കുകയാണ്, എല്ലാവർക്കും ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്തു. ഒരു ലെറ്ററിൻ്റെ വില തന്നെ 1500 രൂപ, ഒരു ലെറ്ററിനെ. സുബ്ഹാനല്ലാഹ്, എനിക്ക് ഇൻവിറ്റേഷൻ ചെയ്തു, പെരങ്ങണ്ട് അൽഹംദുലില്ലാ. ഈ പുരക്കാരനത് പറയുന്നുണ്ടാവില്ല, അതാ അത്ഭുതം. ഇത് പിന്നെ നമ്മളെ മറ്റേ കോഴിക്കോട്ടത്തെ ആ എഞ്ചിനീയറാണ് ചെയ്തത്. ഡിസൈനൊക്കെ പിന്നെ ബാക്കി സാധനം നമ്മൾ ഇറ്റലിയിൽ നിന്ന് ഇറക്കി, കുറച്ച് സാധനം ജർമ്മനിയിൽ നിന്ന് വരുത്തി. ടോയ്ലറ്റൊക്കെ നമ്മൾ കാണിച്ചു തരും, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കാണിച്ചിട്ട് ആളിങ്ങനെ നെളിഞ്ഞ് നടക്കുകയാണ്. എന്നാലൊരൊറ്റ വാക്ക് അള്ളാഹു ചെയ്ത നിഅമത്താണ്, അള്ളാഹു ചെയ്ത നിഅമത്താണ്, അൽഹംദുലില്ലാ. എന്ത് വാങ്ങിച്ചോ, എന്ത് ചെയ്തോ, ഹലാലിൽ നിന്ന് ചെയ്യുക, അള്ളാഹുവിന് ശുക്ർ ചെയ്യുക, തൂർത്ത് ചെയ്യാതിരിക്കുക. അല്ലാഹുമ്മ ജഅൽനീ ലക ശക്കാറൻ, നിനക്ക് ഏറ്റവും കൂടുതൽ ശുക്ർ ചെയ്യുന്ന ആളാക്കി തരണേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും ശുക്ർ ചെയ്യുക. ലം യശ്കുരില്ലാഹ് മൻ ലം യശ്കുരിൽ ഖലീല ലം യശ്കുരിൽ കസീർ. കുറഞ്ഞ നന്മക്ക് നന്ദി ചെയ്യാത്ത ആൾ ഒരുപാട് നന്മക്ക് നന്ദി ചെയ്തിട്ടില്ല. ഒരു ചെറിയൊരു സഹായം ഒരാൾ ചെയ്തു വിചാരിക്കുക, അതിനിപ്പോൾ താങ്ക്സും ശുക്രും പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനല്ല, അതിന് നന്ദി ചെയ്താലേ വലിയതിന് നന്ദി ചെയ്ത ആളാവുള്ളൂ. ചെറുതിന് നന്ദി ചെയ്യണം. ഒരു താങ്ക് യു എന്ന് പറയുന്നത് അതൊക്കെ നല്ലൊരു കൾച്ചറാണ്. ഇപ്പം നമ്മൾ പുതിയ സ്കൂളുകളൊക്കെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കുന്നു, ടീച്ചേഴ്സ് വരെ നമ്മൾ കുട്ടികളോട് പറയുകയാണെങ്കിൽ പോലും അത്രയും മാന്യതയിലാണ് സംസാരിക്കുക. സ്കൂൾ ടീച്ചേഴ്സിന് കൊടുക്കുന്ന അങ്ങനെ നമ്മുടെ ട്രെയിനിങ് പോലും അങ്ങനെയാ. കുഡ് യു ബ്രിങ് ദാറ്റ് ടു മീ പ്ലീസ്? അപ്പോൾ കുട്ടി കൊണ്ടുവരുന്നു. എപ്പോഴും പ്ലീസ്, എപ്പോഴും താങ്ക് യു. ഇത് പറഞ്ഞില്ല, കുട്ടിക്ക് ഭയങ്കര അത്ഭുത. എൻ്റെ മോളുടെ അവിടെ വന്നിട്ടുണ്ട് ഒറ്റയ്ക്ക്. എന്തെങ്കിലും വിഷയം പറഞ്ഞ് അപ്പോൾ ഒരു പഠിക്കാൻ നമ്മളൊരു താങ്ക് യു. എന്നെ അബീനെ വിളിക്കുക. അബി താങ്ക് യു പറയാൻ മറന്നല്ലോ. താങ്ക് യു മോളെ, നന്ദി. കുട്ടികളത് പ്രതീക്ഷിക്കുന്നുണ്ട്, അവരങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഏത് നന്മ ഉപകാരം ചെയ്താലും നന്ദി പറയാ, ഏതിനും നന്ദി. വളരെ പൊലൈറ്റ്നെസ്, അങ്ങേറ്റം വിനയത്തോടുകൂടെ സംസാരിക്കുക. പ്ലീസ്, ദയവായിട്ട്. നമ്മൾ എക്സ്ക്യൂസ് മീ, എന്താ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്നാ. ആ പറച്ചിരി ഇക്കണക്കിന് ദേഷ്യത്ത് പറഞ്ഞ എന്താ വാക്കിൻ്റെ അർത്ഥം? നമ്മൾ എക്സ്ക്യൂസ് മീ അതാ ഉപയോഗിക്കുക. എക്സ്ക്യൂസ് മീ, ക്ഷമിക്കണം കേട്ടോ, അങ്ങ് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും, ഞാൻ ഇതിലൊന്ന് പോട്ടെ. നിങ്ങൾ കയ്യും കാലങ്ങൾ ഒരുമിച്ചിരിക്കുക, ഒന്നൊരു ഇടതരം നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. എക്സ്ക്യൂസ്, ആ പ്രയാസം എനിക്ക് വേണ്ടി നിങ്ങൾ സഹിക്കണം കേട്ടോ. എക്സ്ക്യൂസ് മീ, അതാ നമ്മൾ ഈ പറഞ്ഞത്. നമ്മൾ വല്ല ദേഷ്യപ്പെടാൻ പഠിച്ച വാക്കാണത്. സുബ്ഹാനല്ലാഹ്, ശുക്ർ ചെയ്യണം. മല്ലം യശ്കുരിൽ ഖലീല ലം യശ്കുരിൽ കസീറ. കുറഞ്ഞതിന് നന്ദി ചെയ്യാത്ത ആള്, കുറഞ്ഞ വിഷയത്തിന് നന്ദി അത് ചെയ്യാത്ത ആള് കുറെ കാര്യത്തിനും നന്ദി ചെയ്യുന്നില്ല. അടുത്ത ഹദീസ്, മല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാഹ്. ജനങ്ങളോട് നന്ദി എന്ന് പറയാത്ത ഒരാൾ അള്ളാഹുവിന് നന്ദി ചെയ്യുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് നമ്മുടെ നബി പഠിപ്പിക്കുന്നത്? മല്ലം യശ്കുരിന്നാസ, അത് സ്വന്തം വാപ്പയോടാകാം, കൂടെയുള്ള പാർട്ട്ണറാവാം, തന്നെ സഹായിച്ച സുഹൃത്താകാം, തന്റെ റൂംമേറ്റ് ആയിരിക്കാം. ആരോ ചെറുതോ വലുതോ ആയ സഹായം ചെയ്യുമ്പോൾ അതിന് നന്ദി പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ അള്ളാഹുവിന് നന്ദി ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ നിഅമത്ത് മനുഷ്യരിലൂടെ വരിക. ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നിങ്ങൾ ആരും കയ്യും കെട്ടിരിക്കരുത്. വഖദ് അലിംതും, നിങ്ങൾക്കറിയാമല്ലോ, അന്നസ്സമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദ, ആകാശത്ത് നിന്ന് സ്വർണവും വെള്ളിയും ഇറങ്ങി വരില്ല, നിങ്ങൾക്കറിയില്ലേ? ഇത് മനുഷ്യരിലൂടെ അള്ളാഹു നടത്തി തരിക. നമ്മൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്ന ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ചവനാ സഹായം തരുന്ന ആൾ. അള്ളാഹു അതിന് ഒരുപാട് കാരണങ്ങൾ വെച്ചിട്ടുണ്ട്. മനുഷ്യരിലൂടെ, സുഹൃത്തിലൂടെ, വാപ്പയിലൂടെ, ഉമ്മയിലൂടെ, ഉസ്താദിലൂടെ, ഗുരുനാഥനിലൂടെ, തൻ്റെ ലേബറിലൂടെ, തൻ്റെ എംപ്ലോയിയിലൂടെ, തൻ്റെ എംപ്ലോയറിലൂടെ, ഇങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ സഹായം വരിക. ആകാശം നാണ്ട് ഇറങ്ങലല്ല. മല്ലം യശ്കുരിന്നാസ, ജനങ്ങളോട് നന്ദി ശുക്ർ എന്ന് പറയാത്ത ഒരാൾ ഒരിക്കലും അള്ളാഹുവിന് നന്ദി ചെയ്യുന്നില്ല. വത്തഹദ്ദുസു ബിനിഅമത്തില്ലാഹി ശുക്റുൻ, അള്ളാഹുവിന്റെ നിഅമത്തിനെ സംബന്ധിച്ച് പറയൽ നന്ദിയാണ്. അള്ളാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച് പറയാ, അത് നന്ദിയാണ്, നന്ദി ചെയ്യലാണത്. അൽഹംദുലില്ലാ, അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്. ഒരു വാഹനം അടിച്ചു, അൽഹംദുലില്ലാ, അള്ളാഹു ചെയ്ത നിഅമത്താ. അൽഹംദുലില്ലാ, ഒരു ജോലി കിട്ടിയിട്ടുണ്ട്,
ജോലി ഇല്ലാത്ത ആൾക്കാരോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, അള്ളാഹുക്ക് ഖൈറായ ജോലി അള്ളാഹു നൽകട്ടെ. തഹദ്ദുസു ബിന്നിഅമതി ശുക്റുൻ, നിഅമത്തിനെ കുറിച്ച് പറയൽ നന്ദിയാണ്. വതർക്കുഹാ കുഫ്റുൻ, അത് പറയാതിരിക്കൽ കുഫറാണ്, നന്ദികേടാണ്. വൽ ജമാഅത്തു റഹ്മത്തുൻ, ഒരുമിച്ച് സംഘമായി നിൽക്കുന്നത് റഹ്മത്താണ്, കാരുണ്യമാണ്. വൽ ഫുർഖത്തു അദാബ്, സമൂഹത്തിൽ നിന്ന് ഭിന്നിച്ചു നിൽക്കുന്നത് ശിക്ഷയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നന്ദി ചെയ്യണം അള്ളാഹുവിന്. നന്ദി വേറെ പല രീതികളിലും അള്ളാഹുവിന് നന്ദി ചെയ്യാൻ പറ്റും, പല രീതികൾ. അത് മനുഷ്യന്മാർക്ക് നമ്മൾ ചെയ്യുന്ന നന്ദി ഭയങ്കരമാണ്. മൻ സുനിഅ ഇലൈഹി മഅറൂഫുൻ, അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്ന ഹദീസ് ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാമുന തുർമിദി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, മൻ സുനിഅ ഇലൈഹി മഅറൂഫുൻ, ഏതെങ്കിലും ഒരാൾ ഒരു നന്ദി, ഒരു ഉപകാരം നിങ്ങൾക്ക് ചെയ്തു തന്നാൽ, ഫഖാല ലിഫാഇലിഹി, അത് ചെയ്തു തന്ന ആളോട് നിങ്ങൾ ഇങ്ങനെ പറയുകയും ചെയ്തു, ജസാകല്ലാഹു ഖൈറാ, അല്ലാഹു നിങ്ങൾക്ക് ഏറ്റവും ഖൈറായത് പകരം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊടുത്താൽ, ഫഖദ് അബ്ലഗ ഫി ثناء, ഏറ്റവും വലിയ സ്തുതിയാണ് അവൻ സ്തുതിച്ചത്. അവൻ ചെയ്ത നന്ദി അതിനപ്പുറം ഇനി ചെയ്യാനില്ല. ഫഖദ് അബ്ലഗ ഫി ثناء, ജസാകല്ലാഹു ഖൈറാ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഒരു മുഖസ്തുതി പറയേണ്ട ആവശ്യമില്ല എന്നാ. അത് വലിയ ശുക്റാണെന്നാ. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ പൊതുപ്രവർത്തകരൊക്കെ മനസ്സിലാക്കണം. ആൾക്കാരെ ഇരുത്തിയിട്ട് ഈ പ്രശംസിക്കുന്നതൊക്കെ അതൊക്കെ മനുഷ്യന്മാർ കിബിറുണ്ടാക്കും. ജസാകല്ലാഹു ഖൈറ, നിങ്ങൾ ചെയ്തതിന് അള്ളാഹു കൂലി തരട്ടെ. ചെയ്ത കാര്യങ്ങളൊക്കെ പറയാം, ഇത് അങ്ങനത്തെ ആളാണ്, മൂപ്പരില്ലെങ്കിൽ നമ്മളൊക്കെ വഴിയാധാരായി പോയേനെ, അങ്ങനെയൊന്നും പറയരുത് ആരെപ്പറ്റിയും. അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരുപാട് പറയാം. അബ്ലഗ ഫി ثنا, അങ്ങേ അറ്റത്തെ മുഖസ്തുതി എത്രയാ പറയണ്ടത്? ജസാകല്ലാഹു ഖൈറാ, അള്ളാഹു നിങ്ങൾക്ക് ഖൈർ തരട്ടെ. നിങ്ങൾ ചെയ്തതിന് പകരം തരാൻ അള്ളാഹുവിനെ കഴിയുള്ളൂ. അള്ളാഹു ഏറ്റവും ഖൈർ നിങ്ങൾക്ക് തരട്ടെ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ നന്ദിയാണ്. നമ്മൾ ആ വാക്ക് പഠിച്ചു വെക്കുക. അറബി ലോകത്തൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും, ജസാകല്ലാഹു ഖൈറ. അതറിയാത്തവർ ആരും ഉണ്ടാവില്ല. ജസാകല്ലാഹു ഖൈർ, അള്ളാഹു നിങ്ങൾക്ക് ഖൈർ തരട്ടെ. ഇത് ഏതിനും പറയണം. ആരും മൻ സുനിഅ ഇലൈഹി മഅറൂഫുൻ, ഏതൊരു നന്മയും ഏതൊരു ഉപകാരവും നിങ്ങൾക്ക് ആര് ചെയ്തു തന്നാലും നിങ്ങൾ അതിന് പകരം ജസാകല്ലാഹു ഖൈറ എന്ന് പറയണം. ചിലർ പറയും, ഞാൻ അള്ളാഹ്ക്ക് ശുക്രില്ല, നിനക്ക് ശുക്രില്ല. അല്ലല്ല, അള്ളാഹുവിന്റെ ശുക്ർ നിനക്ക് ചെയ്തെന്ന ആളോടുള്ള ശുക്റാണ്. ആ ശുക്ർ അത് ചെയ്യുമ്പോൾ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നതാവുള്ളൂ. ആർക്കും നന്ദി ചെയ്യണം. നമ്മളവിടെ ആദ്യമായിട്ട് ഇവിടെ വിസിറ്റ് എടുത്ത് കൊണ്ടുവന്ന ആൾക്കാരുണ്ടാവും. നന്ദിയോടുകൂടെ ഓർക്കണം. കൊണ്ടുവന്ന ജ്യേഷ്ഠാനുജന്മാരുണ്ടാവും. പിന്നെ 5 വലിയ ജോലിയിട്ട് ജ്യേഷ്ഠനൊക്കെ എത്രയോ പിറകിലാക്കി വലിയ കോടീശ്വരനായിട്ടുണ്ടാവും. എന്നാലും എൻ്റെ ജ്യേഷ്ഠനെ കൊണ്ടുവന്ന ആ ഉപകാരം മറക്കാൻ പാടില്ല. കഴിഞ്ഞ കാലം മറക്കരുതെന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഹദീസാ. മല്ലം യഷ്കുരിന്നാസ്, കുത്തുവാക്ക് പറയല്ലേ, വേദനിപ്പിക്കുന്നത് പറയല്ലേ. അള്ളാഹുവാണ് റിസ്ക് കണക്കാക്കുന്നത്. ഉപകാരം അന്നൊരിക്കൽ ഒരു ബെഡ് സ്പേസ് തന്ന ആൾ, വലിയ വിസിറ്റൊക്കെ വരുമ്പോൾ എന്തായിരിക്കും വേജാറ്. ഫ്ലൈറ്റിലൊക്കെ ഉറങ്ങൂല. ഫ്ലൈറ്റിൽ ഒന്നാമത്തെ വേജാറ്, റബ്ബേ ഞാൻ എത്തിച്ചേരുന്നത് എവിടെയപ്പം ഞാൻ കടന്നുറങ്ങാം, എന്തായിരിക്കും ഇപ്പം എൻ്റെ അവസ്ഥ, ആരായിരിക്കും ഇപ്പോൾ റൂമിലെ കൂട്ടുകാർ, ജോലി കിട്ടൂല, എവിടെയായിരിക്കും ഇപ്പം എൻ്റെ ഇൻ്റർവ്യൂ പടച്ചോൻ. ഇതൊക്കെ ആലോചിച്ചിട്ട് എരിപരി കൊണ്ട് 3-3.5 മണിക്കൂർ ഫ്ലൈറ്റിൽ ഇരുന്ന് ഓർമ്മ ഉണ്ടാവില്ല. കോഴിക്കോട് നിന്ന് കയറി പോന്നിട്ടേ, അല്ലെ തിരുവനന്തപുരത്ത് കൊച്ചിന്നോ അല്ലേ മംഗലാപുരത്തുനിന്നോ. വേറെ എയർപോർട്ടൊന്നും ഇല്ലല്ലോ നമ്മുടെ നാട്ടിൽ. ഇനി കണ്ണൂർ വരാൻ നിൽക്കുകയാണല്ലേ. അൽഹംദുലില്ലാ, കണ്ണൂർക്കാരൊക്കെയാണ് വന്നാൽ ഞങ്ങൾ കാണിച്ചാൽ കോഴിക്കോട്ടേക്കൊക്കെ പറഞ്ഞിരിക്കുക. അൽഹംദുലില്ലാ, വലിയ നിഅമത്താണ്. ആയിക്കോട്ടെ, എന്ത് ചെയ്യുക, അതൊക്കെ ഓർക്കുക. പഴയ കാലം, റബ്ബേ ഞാൻ വന്നപ്പോൾ എന്നെ എയർപോർട്ടിൽ കൂട്ടാൻ വന്ന ആൾ, എനിക്കൊരു ഉപകാരം ചെയ്തെന്ന ആൾ, അയാളാണല്ലോ എന്നെ ഡ്രോപ്പ് ചെയ്ത്, അയാളാണല്ലോ എന്നെ എത്തിച്ചു കൊടുത്തത്, അയാളുടെ കെയർ ഓഫിലാണ് ആ ജോലി കിട്ടിയത്. ഇതൊക്കെ ഭയങ്കര ശുക്റാണ്. അത് ചെയ്തെന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നാ. നമുക്ക് തിരിച്ചൊരു ഉപകാരം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നാ. ഇൻലം തസ്തതി അൻ തറുദ്ദ ഖിദ്മത ഇൻസാൻ, ഒരു മനുഷ്യൻ ചെയ്ത ഉപകാരത്തിന് പകരം ചെയ്യാൻ പറ്റുന്നില്ല, ഫദ്ഉല്ലാഹ ല, അല്ലാഹുവിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുക. എപ്പോഴും ദുആയിൽ ഓർക്കുക, പടച്ചോൻ എനിക്ക് ആരൊക്കെ ഉപകാരം ചെയ്തവർക്കൊക്കെ നീ ഉപകാരം ചെയ്ത്. എത്ര ആളുകൾ, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഒരുപാട് നല്ല മനുഷ്യന്മാരില്ല. നല്ല മനുഷ്യന്മാരെ ഉള്ളൂ എന്ന് എനിക്ക് പറയാൻ ആഗ്രഹം, പക്ഷെ പറ്റിക്കണ കുറച്ച് ആൾക്കാർ അടിയിലുണ്ട്. അതുകൊണ്ടാണ് പറയാൻ മടി. സ്വന്തം ഉപകാരം ചെയ്തിട്ട്, ഏറ്റവും വലിയ ഉപകാരം ചെയ്തിട്ടൊക്കെ വഞ്ചിക്കുന്ന ആൾക്കാരുണ്ട്. എത്രയും വലിയ ഉപകാരം, രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ഓരോരുത്തർക്കും ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അതൊക്കെ വഞ്ചിച്ച് ഉപകാരം ചെയ്ത ആൾക്ക് ഉപദ്രവം ചെയ്യാം. ഭയങ്കര. അള്ളാഹു പൊർക്കൂല മുഅ്മിനെ, അള്ളാഹു പൊർക്കൂല. ഉപദ്രവം ചെയ്ത, ഉപകാരം ചെയ്ത ആൾക്ക് ഉപദ്രവം ചെയ്യുക. അതെങ്ങനെ?
മൻ സുനിഅ ഇലൈഹി മഅറൂഫുൻ ഫഖാൽ, തനിക്ക് ഉപകാരം ചെയ്ത ആൾക്ക് വേണ്ടി അല്ലാഹുവേ നീ ഖൈർ പകരം കൊടുക്കണേ എന്ന് ദുആ ചെയ്താൽ ഫഖദ് അബ്ലഗ ഫിസ്സനാ, ഏറ്റവും വലിയ ഉപകാരം, ഏറ്റവും വലിയ പ്രശംസയാണത്. നിങ്ങൾ അങ്ങനെ നന്ദി ചെയ്യണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി, അല്ലാഹു ചെയ്ത നിഅമത്ത് അല്ലാഹുവിനെ കാണാൻ ഇഷ്ടമാണ്. അതൊരു ശുക്റാണ്. ഒരു മുതലാളിയായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഇങ്ങനെ മുഷിഞ്ഞ വസ്ത്രവുമായി ഇരുന്നപ്പോഴാണ് നബി തങ്ങൾ ചോദിച്ചത്, അല്ല നിങ്ങൾക്ക് സമ്പത്തുണ്ടോ? ഉണ്ട് നബിയേ. എന്തൊക്കെയുണ്ട്? മിൻ കുല്ലിൽ അസ്വാജ്, എല്ലാ തരത്തിലുമുള്ളത് എന്ന് പറഞ്ഞാൽ ആടും പശുക്കളും ഒട്ടകങ്ങളും, ആടും പശുണ്ടോന്നറിയില്ല, ആടുണ്ടാവും, ഒട്ടകങ്ങളും സ്വർണവും വെള്ളിയും കച്ചവടം ഒക്കെ ഉണ്ട് നബിയെ. വിധങ്ങൾ പറഞ്ഞു, എന്നാലേ ആ നിഅമത്ത് നിങ്ങളുടെ ദേഹത്ത് കാണാൻ അള്ളാഹുവിന് ഇഷ്ടമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ല ഡീസൻ്റായ ഉപ്പായിട് എന്നാണ് പറഞ്ഞതിനർത്ഥം. ആൾ ദരിദ്രനെ പോലെ നടന്നു, നല്ല പൈസയുള്ള ആളാണ്, എന്നാൽ പിന്നെ ദരിദ്രൻ്റെ ആളെ പോലെ നടക്കരുത്. പഠിക്കാത്ത, നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ആലിമല്ലാത്ത ഒരാൾ ആലിമിൻ്റെ വേഷം കെട്ടി നടക്കരുത്. ആൾക്കാർ പഠിച്ചോളം ഇത് വലിയ അല്ലാമയാണെന്ന് വിചാരിച്ച് എന്നിട്ട് എൽമ ഒടിച്ചേക്കും, അയാൾ പഴപ്പിച്ചേക്കും. ആലിമായ ആൾ ആലിമിൻ്റെ കോലം കെട്ടി, ആലിമിൻ്റെ കോലം അല്ലാതെ നടക്കരുത്. ആലിമായ ആൾ ആലിമിൻ്റെ കോലത്ത് നടക്കുക, ആലിമല്ലാത്ത ആൾ ആ രീതിയിൽ. അള്ളാഹു നിഅമത്ത് ചെയ്ത ആൾ ആ നിഅമത്ത് കാണപ്പെടുന്ന രീതി. നിഅമത്തില്ലേ, അത്രയല്ലേ പറ്റുള്ളൂ, ആയിക്കോട്ടൊരു കുഴപ്പമില്ല. പക്ഷെ നിഅമത്ത് കാണാൻ അള്ളാഹുവിന് ഇഷ്ടമാണ്. അവിടെ പിന്നെ ദാരിദ്ര്യം വെച്ച് നടക്കരുത്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ദർസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ മുഷിഞ്ഞ ഒരാൾ, വളരെ മോശപ്പെട്ട വസ്ത്രം ധരിച്ച ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നത്. അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ വിളിച്ചു, നിങ്ങോട്ട് വരി എന്ന് പറഞ്ഞു. പിന്നെ ഈ മുസല്ലന്റെ താഴെ 1000 ദിർഹമുണ്ട്, നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞു. എന്തിനു ചോദിച്ചു? ഒന്നുമില്ല, നല്ല ഡ്രസ്സ് വാങ്ങിക്കോളി. അഹ്മദ് ഇബ്നു ഹംബൽ, അന ഗനിയ്യുൻ, ഞാൻ മുതലാളിയാണ്. അമാ സമഅത ഖൗല റസൂലില്ലാഹ് സ്വല്ലല്ലാഹു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ കേട്ടിട്ടില്ല, ഇന്നല്ലാഹു യുഹിബ്ബു അൻ യറ അഥറ നിഅമതിഹി അലാ അബ്ദിഹി, അല്ലാഹുവിന്റെ നിഅമത്ത് അവന്റെ അടിമയുടെ ദേഹത്ത് കാണാൻ അല്ലാഹുക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. നീ അറിഞ്ഞിട്ടില്ലേ? നല്ല വസ്ത്രം പോയി ധരിക്ക്, ദാരിദ്ര്യം പിടിച്ച് നടക്കല്ല എന്ന് മുതലാളിയോട് ശാസിച്ചു മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല. പക്ഷെ എന്താ വിഷയം എന്നറിയോ? അത് കിട്ടണക്കുമ്പോൾ ഞാൻ തരക്കേടില്ലല്ലോ എന്ന് തോന്നരുത്. അതാ വിഷയം. നിങ്ങൾ നല്ല ബ്രാൻഡ് വസ്ത്രം ധരിച്ചോ, അതിനൊന്നും കുഴപ്പമില്ലല്ലോ. നല്ല വസ്ത്രം ധരിച്ചോളൂ, നല്ല ഭക്ഷണം കഴിച്ചോളൂ, നല്ല ചെരുപ്പ്, ഇതിനൊന്നും കുഴപ്പമില്ല. എന്ത് ചെയ്യരുത്? ഞാൻ ഇപ്പം തരക്കേടില്ലല്ലോ എന്ന് തോന്നരുത്. അതാണ് അസുഖം. ആ അസുഖം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അള്ളാഹു നബി തങ്ങൾ ചോദിച്ചു സ്വഹാബിയെ, നബിയെ ഇന്നി ലഉഹിബ്ബു, എനിക്കിഷ്ടമാണ് നബിയെ നല്ല വസ്ത്രമിടൽ, എനിക്കിഷ്ടമാണ് നബിയെ നല്ല ഭക്ഷണം, എനിക്കിഷ്ടമാണ് നല്ല ചെരുപ്പ്, ഇതൊക്കെ അഹങ്കാരമാണോ എന്ന് ചോദിച്ചു നബി തങ്ങളോട് ഒരു സ്വഹാബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, അത് അഹങ്കാരമല്ല. അള്ളാഹുവിന് അവൻ്റെ നിഅമത്ത് കാണപ്പെടുന്നത് ഇഷ്ടമാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമത്തെ കാറ്റിൽ പറത്തുകയും ധിക്കരിക്കുകയും അള്ളാഹുവിന് ശുക്ർ ചെയ്യാതിരിക്കുന്നതും, അതാണ് അഹങ്കാരം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ശുക്ർ ചെയ്യുന്നവരാകുക. ശുക്ർ, അള്ളാഹുവിന് ചെയ്യുന്ന ശുക്ർ അങ്ങനെയാണ്. എല്ലാം നമ്മുടെ നിസ്കാരം ശുക്റാകണം. നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വിളിച്ചിരിക്കുക, അള്ളാഹ് എൻ്റെ റബ്ബിനെ വിളിച്ചിരിക്കുകയാണ്, വാങ്കാണാ വിളിച്ചത്, ഹയ്യ അലസ്വലാ, എല്ലാവരും ഇങ്ങോട്ട് വരീൻ, എല്ലാം പൂട്ടി വെച്ച് ഇങ്ങോട്ട് വാ എന്നെൻ്റെ റബ്ബിനെ വിളിച്ചല്ലോ, ഞാൻ പോകാൻ, അള്ളാഹുവിനെ വിളിച്ചല്ലോ, ആ ക്ഷണങ്ങനെ സ്വീകരിക്കാതിരിക്കുക, ആ നിസ്കാര ശുക്ർ. അല്ലാതെ നമ്മൾ ഏതായാലും ഇപ്പം എല്ലാവരും പോകുന്നുണ്ട്, ഞാനും പോകാതിരിക്കാൻ വയ്യല്ലോ. അല്ല, ചിലർക്ക് പോയി വിറക്കയത്ത് കിട്ടി, ചിലർക്ക് അരറക്കയത്ത് കിട്ടി, ചിലർക്ക് അത്തയ്യാത്ത്, ചിലർക്ക് സലാം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഉണ്ട് ജുമാക്ക് പോയിട്ട് ഓടി വന്നൊക്കെ, ജുമാ തീരാൻ നേരത്തെ ഓടി 4-5 ആളുണ്ട്, ഓടി വന്നിട്ട് ഒരു റക്കായത്ത് കിട്ടി. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പറയാം, പിന്നെ നമ്മൾ ആ ഓട്ടം ഓടിയിട്ടില്ലെങ്കിൽ നമുക്ക് നിസ്കാരം തന്നെ, നമുക്ക് ആ ഒരു റക്കായത്ത് കിട്ടൂലായിരുന്നു. ആദ്യം ഓട്ടം ഓടിയതുകൊണ്ട് നമുക്ക് റക്കായത്ത് കിട്ടിയത്. അപ്പോൾ ഒപ്പല്ല ആള്, പിന്നെ നമ്മൾ ഒതുർക്കാൻ നിന്നിക്കണമെങ്കിൽ അതും കിട്ടൂലായിരുന്നു കേട്ടോ. സുബ്ഹാനല്ലാഹ്, എന്താപ്പാ നിസ്കാരമൊക്കെ, ആർക്കാപ്പി നിസ്കരിക്കണത്? എന്ത് ശുക്ര! അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. റബ്ബേ, നീ എനിക്ക് എന്നെ വിളിച്ചില്ലേ, ഹയ്യ അല സ്വലാ, പടച്ചോനെ നന്ദി ചെയ്യണേ, നീ എന്നെ വിളിച്ചില്ലേ, നീ ഇങ്ങോട്ട് വാ, ഞാൻ വരികയാണ് റബ്ബേ, നീ എനിക്കിതൊക്കെ ചെയ്തെന്നില്ലേ, നിന്റെ മുമ്പിൽ ഞാൻ കുറച്ച് സമയം ചെലവഴിക്കട്ടെ, ആ നേരം എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ പടച്ചോനെ, എനിക്ക് വേറെ ആരുമില്ല. അല്ലാഹു അക്ബർ, എൻ്റെ ദുന്യാവിനെ ബാക്കിലാക്കി നീയാണ് റബ്ബേ വലിയവനെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ആ നിസ്കാരം അപ്പം ശുക്റാണ്. അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോൽക്കുകയാണ്, അത് ശുക്ര. എൻ്റെ റബ്ബിന് ഞാൻ നന്ദി ചെയ്യല്ലേ,
അപ്പം നമുക്ക് ഇബാദത്തിൽ ആനന്ദം വരും, നിസ്കാരത്തിൽ ആനന്ദം വരും, നമ്മുടെ ഇബാദത്തിൽ രസം തോന്നും. റബ്ബിന് വേണ്ടി സമയം കണ്ടെത്തുക, ധൃതി പിടിച്ച് ചെയ്യല്ല, അതിന് സമയം കണ്ടെത്തുക. ഇബാദത്തിന് നിസ്കാരത്തിന് സമയമല്ല, ബാക്കിയൊക്കെ എന്ത് ബിസിയാ. പിന്നെ ഏറ്റവും വലിയ നമ്മുടെ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട നിസ്കാരം, അതിന് നേരമല്ല, ബാക്കിയൊക്കെ തിരക്കിലാണ്. ഈ തിരക്കുകളൊക്കെ ഇതിനു വേണ്ടി മാറ്റിവെക്കുക, അതിന് സമയം കണ്ടെത്തുക. അല്ലാഹു തആല നമ്മൾ ഷാക്കിരീൻ ശുക്ർ ചെയ്യുന്നവരാക്കി തിരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഞാൻ അവിടെ പറഞ്ഞത് നിഅമത്ത്, അല്ലാഹു തന്ന നിഅമത്ത് നീങ്ങിപ്പോകാതിരിക്കാൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. ഇത് ദുആ ചെയ്യണമെന്ന നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജോലി, നമ്മുടെ കച്ചവടം, നമ്മുടെ ആരോഗ്യം ഇത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ദുആയാണ്. തന്നത് എടുത്തു കൊണ്ടുപോലെ റബ്ബേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. പിന്നെ അല്ലാഹുവിനോട് സമ്പാദ്യം ചോദിക്കാൻ പറഞ്ഞു പഠിച്ചോനെ, ഹലാൽ കൊണ്ട് സമ്പാദ്യം തരണേ റബ്ബേ, ഹലാലായ സമ്പാദ്യം തരണേ, തെറ്റിലേക്ക് പോകാതിരിക്കാൻ എന്നെ സഹായിക്കണേ. അതിനെ പറ്റിയൊരു ദുആ കൂടെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക്. അതാണ് ദുആ. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക. അല്ലാഹുവേ, ഹലാൽ കൊണ്ട് എനിക്ക് ഐശ്വര്യം തരണേ റബ്ബേ, ഹറാമിലേക്ക് കൊണ്ടുപോകല്ലേ. പടച്ചോനെ, തെറ്റ് ചെയ്യാതെ നന്മ ചെയ്ത് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് ജീവിക്കുന്നവരാക്കി തരണേ റബ്ബേ. നീ ഔദാര്യമായിട്ട് താ റബ്ബേ, മറ്റുള്ളവരോട് ഞാൻ ചോദിക്കുന്നൊരവസ്ഥ വരാതെ നീ തന്നെ എനിക്ക് താ. അതായത് വെള്ളൂർ അവിടെയുള്ളൊരു സഹോദരിയും സഹോദരനും മലേഷ്യയിലേക്ക് പോയി ഒരു ആക്സിഡൻ്റ് പെട്ടു, ഒരു ഹോസ്പിറ്റൽ കേസിലൊക്കെ ആയിരുന്നു. അത് ആരൊക്കെയോ വാട്സപ്പിലൊക്കെ ഇട്ടിട്ട് ആ പെണ്ണ് മരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മെസ്സേജ് ചെയ്ത് വലിയ ഫിത്തിനായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യും. മരിക്കാത്തവരെ പേര് മരിച്ചെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അവസ്ഥ? പിന്നെ കാണുന്നവർ മുഴുവനും ഫോട്ടോ എടുത്ത് വിടുക. അപ്പം ഞാൻ കണ്ടില്ല, മലേഷ്യയിലെ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ തന്നെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ പറയണം. ഇന്നലെ നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നൊരു വോയിസ് മെസ്സേജ് ഒരാൾ അയച്ചു, ദയവ് ചെയ്ത് ഈ വിഷയം പറയണം. ആൾക്കാർ എന്ത് ഈ ഒരു ആക്സിഡൻറ്റ് നടന്ന അങ്ങനെ പകർത്തി, ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിടാൻ പറ്റുന്നല്ലോ. വീഡിയോസ്, ആക്സിഡൻറ്റിൻ്റെ രീതിയിൽ മനുഷ്യനെ നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ, വളരെ വൾഗറായിട്ടുള്ള വിഷയങ്ങളൊക്കെ, മനുഷ്യൻ്റെ മനസ്സ് പെടക്കണ ജാതി കാഴ്ച, ഇതൊന്നും ഫോട്ടോ എടുത്ത് വിടാൻ പാടില്ല. ദുആ ചെയ്യാൻ വേണ്ടി പറയാം. ഒരാൾ ആക്സിഡൻ്റായി ട്രെയിനിൻ്റെ ഉള്ളിൽ കുടുങ്ങി, എന്തായിരിക്കും മയ്യത്തിൻ്റെ അവസ്ഥ? അതൊക്കെ എടുത്ത് ഓരോരുത്തർ ഫോട്ടോ വിടുക. നിങ്ങളുടെ സെറ്റിൽ അങ്ങനെ ഗ്രൂപ്പ് ഇമെയിൽ ചെയ്യാൻ പറ്റാനോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോർവേഡ് ചെയ്യാനോ സൗകര്യമുണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ മനുഷ്യന്മാരുടെ കോലങ്ങളൊന്നും വിടരുത് ദയവ് ചെയ്തിട്ട്. അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തകൾ ഉണ്ടാക്കണ്ട. ആർക്കത് വേണ്ടത്? ദുആ ചെയ്യാൻ വേണ്ടി പറയാം. മനുഷ്യൻ്റെ ശരീരത്തിന് ഹുർമത്തില്ലേ, ആ ഹുർമത്ത് പാലിക്കണ്ടേ. വികൃതമായ രീതിയിൽ ആക്സിഡൻ്റൊക്കെ നടക്കുമ്പോൾ അങ്ങനെ മയ്യത്തിൻ്റെ ഫോട്ടോ ഒക്കെ മോർച്ചറിയിൽ നിന്ന് ഇവരെ എടുത്ത് വിടുക. അങ്ങനെയൊന്നും ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും അങ്ങോട്ട് വിടുകയാണ് ഫോട്ടോ വീട്, എനിക്ക് കിട്ടി, ഞാനാ എക്സ്ക്ലൂസീവ്. ആരൊക്കെ ഇവിടെ മത്സരം? മനുഷ്യൻ്റെ ഇസ്സത്തില്ലേ, മനുഷ്യൻ്റെ ശരീരത്തിന് ഇസ്സത്തില്ലേ, ഒരാൾക്കൊരു അഭിമാനമില്ലേ? അപ്പോൾ ഈ പെണ്ണിൻ്റെ വിഷയം ഹോസ്പിറ്റലിൽ പോയവരൊക്കെ ഫോട്ടോ എടുത്ത് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യാൻ പാടില്ല ദയവ് ചെയ്ത്. മരിക്കാത്തവരെ മരിച്ചു എന്ന് പറയാം, റോങ് മെസ്സേജ്, റൂമറുകൾ സ്പ്രെഡ് ചെയ്യിക്കുക, അതൊക്കെ വളരെ വളരെ ഹീനസ് ആക്ട്സ്. വി ഷുഡ് നെവർ ഡു ഇറ്റ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ വാട്സപ്പൊക്കെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. വെറുതെ എന്ത് ചെയ്യരുത്, ഫിത്ന ഫസാദ് വലിച്ചെടുക്കുക. അതൊക്കെ ഭയങ്കര കുറ്റകരമാണ്. അത് ഏത് വീഡിയോ ആകട്ടെ. ഇപ്പോൾ ഈ വാട്സപ്പൊക്കെ ഉള്ള കാലമായതുകൊണ്ട് എന്ത് വീഡിയോ അപകടപ്പെടുത്തുന്ന ഭയങ്കര ഭീകരമായ പല വീഡിയോസും വിടും. അതൊക്കെ കാണുന്ന മനുഷ്യൻ്റെ ഹൃദയം പൊട്ടിപ്പോവും. അതൊന്നും അങ്ങനെ ഫോർവേഡ് ചെയ്യാനുള്ളതല്ല. ആരെങ്കിലും ഇട്ട് വേഗം ഡിലീറ്റ് ചെയ്തോ, അതൊന്നും ഫോർവേഡ് ചെയ്യണ്ട. കാണുന്നവർ മുഴുവൻ അയച്ചു കൊടുക്കുക. അതിൽ പലതും മനുഷ്യരെ പച്ചക്ക് തലയെറുത്ത് കൊല്ലുന്നത് വരെ മനുഷ്യന്മാർക്ക് വീഡിയോ വരുന്നില്ലേ? ഇത് കാണാനും പാടില്ല, കൊടുക്കാനും പാടില്ല, ആർക്കും അയച്ചു കൊടുക്കാനും പാടില്ല. ചെയ്യുന്നത് വളരെ കുറ്റകരമാണ്. ആരത് വീഡിയോ എടുത്താലും പിന്നെ കുറ്റം ചെയ്യുന്നവർ, ആരൊക്കെ ഇത് ഫോർവേഡ് ചെയ്യുന്നുണ്ട് അവരൊക്കെ കുറ്റക്കാരാണ്. അങ്ങനെ ഭീകരമായ കാഴ്ചകളുണ്ടാവും. പല അഡ്വഞ്ചർ ലോകത്ത് നടക്കും. ഭീകരമായി പേടിപ്പെടുത്തുന്ന പല കാഴ്ചകളും. നമ്മുടെ ഡൽഹിയിൽ ആ കുട്ടി ആ വീണ് കിടന്ന ആ മൃഗത്തിൻ്റെ മുമ്പിൽ കിടന്ന സംഭവം വരെ, അതൊക്കെ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അധമത്വമല്ലേ? ഒരു കുട്ടിക്ക് ജീവൻ രക്ഷിക്കേണ്ട സമയത്ത് ഫോട്ടോ എടുത്ത് വീഡിയോ വെച്ചിരിക്കുക മനുഷ്യന്മാർ. അതുകൊണ്ട് ഫോർവേഡ് ചെയ്യുക. എന്താണ് ആ ഭീകരമായ രംഗം? ഒരു മൃഗത്തിൻ്റെ മുമ്പിലേക്ക് ആർക്കാണത് കാണേണ്ടത്? അത് കേട്ടാൽ തന്നെ ഭീകരല്ലേ? ആർക്കാണത് കാണാനുള്ള ധൈര്യമുള്ളത്? ദുആ ചെയ്യേണ്ട വിഷയം, ദുആ ചെയ്യണം, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രം എഴുതി വെക്ക്. ടൈപ്പ് ചെയ്യാൻ പറ്റൂല, നീ ഒന്നും ചെയ്യണ്ട. ഫോട്ടോകളും വീഡിയോകളും വിടരുത്. മനുഷ്യനെ വേദനിപ്പിക്കുന്ന, മനസ്സ് പൊട്ടിക്കുന്ന സംഗതികൾ ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. എല്ലാവരും മനസ്സിലാക്കണം, ഇതൊക്കെ ദുരുപയോഗം ചെയ്യരുത്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ.
الله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه അല്ലാഹുവേ പടച്ചവനെ നിനക്ക് ഇഷ്ടപ്പെട്ടവരാക്കി തരണേ റബ്ബേ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാക്കണേ റബ്ബേ ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതും നിനക്ക് പൊരുത്തുള്ളതാക്കി തരണേ റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കും റബ്ബേ ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്കും റബ്ബേ ഞങ്ങളുടെ ഒരുപാട് സ്നേഹിതന്മാരുണ്ട് റബ്ബേ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാർ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരും ഞങ്ങൾ ഓരോരുത്തരുടെയും ബന്ധത്തിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബക്കാരും ഞങ്ങളെ സഹായിച്ചവരും സ്നേഹിച്ചവരും ഭക്ഷണം തന്നവരും എല്ലാത്തവരും ദാറുൽ പഠിക്കുന്ന സമയത്ത് ഓരോ ദീനി സ്ഥാപനത്തിനെ സഹായിച്ചവർ ഈ സെൻറ്ററിനെ സഹായിച്ചവർ ഇവിടെ ഒരുപാട് നന്മ ചെയ്യുന്ന ആളുകൾ എല്ലാവർക്കും നിന്റെ മഗ്ഫിറത്തും റഹ്മത്തും തരണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങൾ ഓരോരുത്തരുടെയും ഖൽബും ഹൃദയവും ഞങ്ങളുടെ ശരീരവും നന്നാക്കി തരണേ റബ്ബേ ഹൃദയത്തിലെ മോശമായ അസുഖങ്ങൾ നീക്കിത്തരണേ റബ്ബേ ശരീരത്തിൻ്റെ മോശപ്പെട്ട അസുഖങ്ങൾ നീക്കണേ റബ്ബേ മാരക രോഗം തന്ന ആരെയും പരീക്ഷിക്കല്ലേ റബ്ബേ ആർക്കെല്ലാം പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ടോ അവർക്കൊക്കെ അവരെ ശുദ്ധിയാക്കി കളങ്കമായി സ്ഫടികമാക്കി തീർത്ത് അവരുടെ ആഹ്റം വെളിച്ചമാക്കി കൊടുക്കണേ പടച്ചവനെ ഒരുപാട് കഷ്ടപ്പെടുന്ന രോഗത്തിൽ കടന്ന് മരിച്ചു പോയവരുടെ റബ്ബേ അവരെ നാളെ നിന്റെ ശിക്ഷ കൊടുക്കല്ലേ പടച്ചവനെ ദുന്യാവിൽ അനുഭവിച്ച വേദനയ്ക്ക് പകരം നീ അവർക്ക് എമ്പാടും ഓഫർത്ത് കൊടുക്കുക റബ്ബേ എമ്പാടും പുറത്തു കൊടുക്കുക റബ്ബേ സ്വർഗത്തിലെ സ്ഥാനം ഉയർത്തി കൊടുക്കണേ റബ്ബേ അള്ളാഹുവെ ഞങ്ങളിവിടെ പറഞ്ഞ് വായിച്ച രോഗികളും ഞങ്ങൾക്ക് ഓർമ്മയുള്ളതും മറന്നുപോയതുമായ ദുആ ചെയ്യാൻ പറഞ്ഞ ഓരോ വിഷയങ്ങളുടെയും ആ രോഗികൾക്ക് ശിഫയാണ് നിന്റെ വിധിയിലുള്ളതെങ്കിൽ എത്രയും പെട്ടെന്ന് അടുപ്പിച്ചു കൊടുക്കണേ റബ്ബേ അതല്ല മറ്റൊന്നാണ് നിന്റെ ഖളാ എങ്കിൽ വിഷമിപ്പിക്കാത്ത അവസ്ഥയിൽ നീ അവരെ ഏറ്റെടുക്കണേ പടച്ചവനെ അള്ളാഹു ഞങ്ങളുടെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കും റബ്ബേ ഞങ്ങളുടെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ കല്യാണപ്രായമെത്തിയ മക്കൾക്ക് യോജിച്ച് ഇടകളെ കൊടുക്കണേ റബ്ബേ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് കൺകുളിർമുള്ള മക്കളെ കൊടുക്കണേ അല്ലാഹ് റഹ്മാൻ റബ്ബേ ഞങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരണേ റബ്ബേ ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞ എല്ലാ നന്മയും ഞങ്ങൾ ചോദിക്കുകയാണ് റബ്ബേ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അറിയുന്ന റബ്ബേ അത് മാനസികവും ശാരീരികവും കുടുംബപരവും കച്ചവടത്തിലും ബിസിനസ്സിലും ജോലിയിലും അല്ലാതെയും യാത്ര സംബന്ധമായി എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടോ എല്ലാം നീക്കി തന്ന് സലാമത്ത് തരണേ റബ്ബേ അല്ലാഹു ഈ മജ്‌ലിസ് നിന്റെ വചനം പറയപ്പെടുന്ന സ്ഥലമാണ് റബ്ബേ നിന്റെ കലാമ് പറയപ്പെടുന്ന സ്ഥലമാണ് റബ്ബേ ഞങ്ങളോടൊക്കെ നീ പൊരുത്തുണ്ടാകണേ റബ്ബേ ഇവിടെ ചെയ്യുന്ന ദുആഇന് ഉത്തരം തരണേ റബ്ബേ അല്ലാഹുവിൻ്റെ കുടുംബത്തിലോ മക്കളിലോ ഭാര്യ സന്തതികളിലോ മാതാപിതാക്കളോ ആർക്കെല്ലാം രോഗമുണ്ടോ അതൊക്കെ ഈ നിമിഷം നീ ശിഫാഇനെ വിധിക്കണേ റബ്ബേ റഹ്മാൻ റബ്ബേ ഞങ്ങൾ നന്ദി ചെയ്യുന്നവരാക്കണേ റബ്ബേ ഈ ഭൂമി നീ പടച്ചതും അതിലെ കൃഷിയിടങ്ങളും അതിലെ തോട്ടങ്ങളും അതിലെ അരുവികളും വെള്ളവും കിണറും ഒക്കെ നീ തന്നതാ റബ്ബേ നിനക്ക് ശുക്ർ ചെയ്യുന്ന ശാക്കിര്യങ്ങളാക്കണേ റബ്ബേ മനുഷ്യന്മാർക്ക് നന്ദി ചെയ്യുന്നവരാക്കണേ റബ്ബേ തിരിച്ചു പകരം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാക്കണേ പടച്ചവനെ ചെറുതിനും വലുതിനും ശുക്ർ ചെയ്യുന്നവരാക്കണേ റബ്ബേ അല്ലാഹുമ്മ ജഅൽനാ ലക ശക്കാറ നിനക്ക് ധാരാളം ശുക്ർ ചെയ്യുന്നവരാക്കണേ റബ്ബേ നീ തന്ന നിഅമത്ത് തിരിച്ചു കൊണ്ടുപോകല്ലേ റബ്ബേ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഖതിക യാ അല്ലാഹ് അർഹമർ റഹീമായ റബ്ബേ ഞങ്ങൾക്ക് നീ ഹലാൽ കൊണ്ട് ഐശ്വര്യം തരണേ റബ്ബേ അല്ലാഹുമ്മ അഗ്നിനാ ബിഹലാലിക അൻ ഹറാമിക وبطاعتك عن معصيتك وبفضلك عمن سواك കടങ്ങളൊക്കെ വീട്ടിൽ തന്ന് സലാമത്ത് തരണേ റബ്ബേ ആർക്കെല്ലാം ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടോ നീക്കി കൊടുക്കണേ റബ്ബേ കച്ചവട സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടോ സലാമത്താക്കണേ റബ്ബേ ആരെല്ലാം ചതിയിൽപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്ക് മോചനം കൊടുക്കണേ റബ്ബേ അനാവശ്യമായ രീതിയിൽ കേസും പ്രശ്നങ്ങളുമായി വിഷമിക്കുന്ന സഹോദരൻ്റെ റബ്ബേ അവർക്ക് നീ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ റബ്ബേ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാഹ് യാ മുഫർരിജൽ കുർബാത്ത് അല്ലാഹു നഫ്ഫിസ് കുർബതഹു യാ റബ്ബൽ ആലമീൻ അല്ലാഹു അങ്ങനെ ആരെല്ലാം പ്രയാസത്തിലുണ്ടോ ചതിയിൽപ്പെട്ടു പോയിട്ടുണ്ടോ അവരൊക്കെ നീ സഹായിക്കണേ പടച്ചോനെ അല്ലാഹു ഞങ്ങളാൽ ആരും ചതിക്കപ്പെടുന്ന അവസ്ഥ വരരുതേ റബ്ബേ ഞങ്ങളെ കൊണ്ട് ആരും പഴിച്ചു പോകുന്ന അവസ്ഥ വരരുതേ റബ്ബേ ഞങ്ങളെ കൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ട് വരുന്ന അവസ്ഥ ഉണ്ടാക്കരുതേ റബ്ബേ ഞങ്ങൾ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന അവസ്ഥയിൽ രോഗികളായി കിടക്കരുത് പടച്ചോനെ അല്ലാഹു മരണം ഖൈറാകുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം തരണേ റബ്ബേ ഞങ്ങളുടെ സദസ്സിലിരിക്കുന്ന സഹോദരൻ്റെ ഭാര്യയുടെ ഉമ്മയുടെ ഉപ്പ അല്ലാഹുവേ വളരെ നല്ല രീതിയിൽ കണ്ണൂർ ജില്ലയിൽ ഒരു വലിയൊരു മനുഷ്യൻ നിസ്കാരത്തിലേക്ക് സുജൂദിലേക്ക് പോകുന്ന പോക്കിൽ കടന്നു മരിച്ചുകൊണ്ട് അങ്ങനത്തെ നല്ല മരണങ്ങൾ ഞങ്ങൾക്കും തരണേ ഉടച്ചവനെ അല്ലാഹു നീ ഞങ്ങൾ ഏറ്റെടുക്കുന്ന നേരത്ത് നിനക്ക് ഇഷ്ടപ്പെട്ടൊരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കാക്കി തരണേ റബ്ബേ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞ അവസ്ഥയിൽ തെറ്റുകൾക്ക് പാപമോചനം ചോദിക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ നീ ഞങ്ങളെ കൊണ്ടുപോകരുത് റബ്ബേ അത് ഞങ്ങൾ നരകത്തിലേക്കായിരിക്കുമല്ലോ അല്ലാഹ് തൗബ ചെയ്യാനുള്ള ഭാഗ്യം തരണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഭക്ഷണം കൊണ്ടുകൊടുത്ത ഞങ്ങളുടെ ഉസ്താദ് നസീം ബാക്കവി ഉസ്താദ് അവർ അല്ലാഹുവേ അദ്ദേഹം ഒരു ആലിമും ഖാരിയും ഹാഫിദാണ് അദ്ദേഹത്തിൻ്റെ ഇൽമ കൊണ്ട് ഞങ്ങൾക്ക് ഉപകാരം നൽകണേ പടച്ചവനെ അവരുടെ
മക്കളിൽ ഖൈർ കൊടുക്കണേ പടച്ചവനെ. അവരുടെ മക്കളുടെ അഖീഖത്തിൻ്റെ ഭക്ഷണം അങ്ങോട്ട് എത്തിച്ചത് റബ്ബേ, അതിന് പാകം ചെയ്തവർ, കൊണ്ടുവന്നവർ, വിതരണം ചെയ്തവർ, സുപ്രവിരിച്ചവർ അടക്കമുള്ള എല്ലാവർക്കും അതിൻ്റെ ഖൈർ നീ കൊടുക്കണേ റബ്ബേ. അവരുടെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കു റബ്ബേ, ഞങ്ങളുടെ മക്കളെയും സ്വാലിഹ്യങ്ങളാക്കു റബ്ബേ, സ്വാലിഹാത്തുകളാക്കു റബ്ബേ. ബിജാഹി സയ്യിദുൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.